മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ശരി, തുടങ്ങാം. ഞാൻ സംസാരിക്കുന്നത് കേൾക്കാമോ എല്ലാവർക്കും? കേൾക്കാം സാർ. കേൾക്കാം സാർ. ശരി, അപ്പോഴ് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതെങ്കിലും ഹോംവർക്ക് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രത്തിന് തുലാമാസത്തിൽ ഒരു മുഹൂർത്തം എടുക്കണം. തുലാമാസത്തിൽ മുഹൂർത്തം എടുക്കുക അല്ലേ? അത് നമുക്ക് നോക്കാം, രണ്ടാമത് നോക്കാം. ഇപ്പോൾ വന്നിട്ട് ഗ്രഹാരംഭവും ഗ്രഹപ്രവേശവും ഒന്ന് നോക്കാം. ഗ്രഹാരംഭവും ഗ്രഹപ്രവേശവും നോക്കിയിട്ട് പോകാം. ഹലോ, കേൾക്കാം സാർ. കേൾക്കുന്നുണ്ട് സാർ. എനിക്ക് നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ വഴിയില്ല. മൊബൈൽ എന്തോ ഇന്നലെ നോക്കിയത്, ഇന്നലെ ഇന്ന് തകരാറായിരുന്നു. മൊബൈൽ എന്തോ തകരാറാണെന്ന് തോന്നുന്നു. സാറ് പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ശരി, ഗ്രഹാരംഭം നോക്കാം. ഗ്രഹാരംഭവും ഗ്രഹപ്രവേശവും ഏകദേശം ഒരുപോലെ തന്നെ, ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഗ്രഹ ആരംഭം, ഒരു ഗ്രഹത്തിന് ആരംഭം എങ്ങനെയാണ്? അതായത് ഗ്രഹാരംഭത്തിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ജന്മനക്ഷത്രം, പ്രസ്താവിന്റെ ജന്മനക്ഷത്രം എടുക്കരുത്, 3, 5, 7 നക്ഷത്രം എടുക്കരുത്, അഷ്ടമരാശിക്കൂറിൽ എടുക്കരുത്, അഷ്ടമരാശിക്കൂറിൽ വേണം നക്ഷത്രത്തിൽ എടുക്കരുത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. അത് എല്ലാ മുഹൂർത്തത്തിനും കോമൺ ആണ്. പ്രസ്താവിന്റെ 3, 5, 7 നക്ഷത്രത്തില് ഒരു മതം 3-ാം നാള് മാത്രം നോക്കിയാൽ മതി. 5, 7 ഒന്നും വലിയ കുഴപ്പമില്ല. 3, 5 നോക്കണം. 7 വലിയ കുഴപ്പമില്ല. പിന്നെ അഷ്ടമരാശിക്കൂറിൽ, ജന്മരാശിനെ അഷ്ടമരാശിക്കൂറിൽ എടുക്കരുത്. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അത് പോയിട്ട് ആദ്യം നക്ഷത്രം നോക്കേണ്ടത് മകവും മൂലവും ഊൺനാളുകൾ 16 ചേർത്ത് 18 നക്ഷത്രങ്ങൾ എടുക്കാം. മകവും മൂലവും ഊൺനാളുകൾ 16 കൂടി ചേർത്ത് 18 എണ്ണവും എടുക്കാം. നക്ഷത്രങ്ങള് മകം, മൂലം, അവിടെ ഊൺനാളുകൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തൃക്കേട്ട, തിരുവാതിര, ഭരണി, കാർത്തിക, ആയില്യം, മകം, വിശാഖം, മൂലം, പൂരം, പൂരാടം, പൂരട്ടാതി. ഇതിൽ മകവും മൂലവും എടുക്കാം. ബാക്കിയുള്ളതാണ് എടുക്കാൻ പാടില്ലാത്തത്. അപ്പോൾ മകവും മൂലവും നമ്മൾ വിവാഹത്തിനും എടുക്കാറുണ്ട്. അതുപോലെ ഗ്രഹാരംഭത്തിനും ഗ്രഹപ്രവേശത്തിനും ഒക്കെ എടുക്കാം. പറഞ്ഞു വരുന്നത് ഊൺനാളുകളാണ് സാധാ എല്ലാത്തിനും നമ്മൾ എടുക്കാറുള്ളത്. ഇവിടെ ഊൺനാളുകൾ അല്ലാത്തതാണ് മകവും മൂലവും. ഊൺനാളുകളിൽ വരുന്നതല്ല. അതും അപ്പോൾ മകവും മൂലവും എടുത്ത് പിന്നെ ബാക്കി 16 നാളുകളും കൂടി ചേർത്ത് 18 നക്ഷത്രങ്ങളും എടുക്കാം. അപ്പോൾ അശ്വതി, രോഹിണി, മകയിരം, മകയിരം, പുണർദം, പൂയം, മകം, ഉത്രം, അത്തം, ചിത്തിര, സ്വാതി, അനിഴം, മൂലം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, ഉത്രട്ടാതി, രേവതി. ഇങ്ങനെ 18 നക്ഷത്രം എടുക്കാം. 8 നക്ഷത്രം 18 പോയിട്ട് 10 നക്ഷത്രം 9 നക്ഷത്രം എടുക്കാൻ പാടില്ല. മകവും മൂലവും ഊൺനാളുകൾ 16 ചേർത്ത് 18 നക്ഷത്രങ്ങൾ എടുക്കാം. ഇനി രാശികളാണ് അടുത്ത് വരുന്നത്. തിഥി നമ്മൾ സാധാ പറയും പോലെ തന്നെ. തിഥികൾ എടുക്കരുത്, അമാവാസി എടുക്കരുത്, ചതുർത്ഥി, ചതുർദശി, നവമി, അമാവാസി, അഷ്ടമി ഇത്രയും എടുക്കരുത്. ഇത്രയും തിഥി പാടില്ല. പിന്നെ വാരം പറയുന്നത് പാപവാരം. ഇവിടെ എടുത്തു പറയുന്നത്, നമുക്കിവിടെ ബുക്കിൽ പറയുന്നത് ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും പാടില്ല എന്നാണ്. ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും പാടില്ല. ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും പാടില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ശനിയാഴ്ചയും പാടില്ല തന്നെയാണ്. ശനിയാഴ്ചയും നല്ലതല്ല. ശനിയാഴ്ചയായിട്ട് വീട് തുടങ്ങണമെന്നും നല്ലതല്ല തന്നെയാണ്.
ചൊവ്വയുടെയും ഞായറിന്റെയും കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും പാടില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ചൊവ്വയും ഞായറും ശനിയും പാടില്ല. ശനി പാപവാരം സാധാരണയായിട്ട് ഒരു മുഹൂർത്തത്തിനും നല്ലതല്ല. ചൊവ്വ ഞായർ ശനിയായ പാപവാരങ്ങൾ എടുക്കരുത്. ഇനി അടുത്ത് വരുന്നത് രാശി നോക്കണം. രാശി പറയുന്നത് മേടം പാടില്ല, ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം, കന്നി, തുലാം പാടില്ല, വൃശ്ചികം, ധനു, മകരം പാടില്ല, കുംഭം, മീനം. അതായത് സ്ഥിരരാശിയും ഉഭയരാശിയും കർക്കടകവും എടുക്കാം. അതാണ് പഠിക്കാൻ എളുപ്പം. ചരരാശി പാടില്ല. ചരരാശിയിൽ കർക്കടകം എടുക്കാം. ബാക്കി 3 ചരരാശിയും പാടില്ല. ബാക്കി എല്ലാ രാശികളും മുഹൂർത്ത ലഗ്നമായി എടുക്കാം. രാശികൾ പാടില്ല എന്ന് ഉദ്ദേശിക്കുന്നത് മുഹൂർത്ത ലഗ്നമാണ്. മുഹൂർത്ത ലഗ്നം എവിടെ എടുക്കാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മുഹൂർത്ത ലഗ്നം എവിടെ എടുക്കാം? മുഹൂർത്ത ലഗ്നം എവിടെ എടുക്കാം എന്നുള്ളതാണ്. മുഹൂർത്ത ലഗ്നം എടുക്കുന്നത് വീടിനെ സംബന്ധിച്ച് ചരരാശി പാടില്ല. അതില് കർക്കടകത്തിന് എടുക്കാം എന്നുള്ള ഒരു നിയമമുണ്ട്. കർക്കടകം മധ്യമമായിട്ടും ചില ബുക്കുകളിൽ പറയുന്നുണ്ട്. ചരരാശി മുഹൂർത്ത ലഗ്നമായി ചരരാശി പാടില്ല. അതിൽ കർക്കടകം എടുക്കാം. അങ്ങനെ പഠിക്കുന്നതാണ് എളുപ്പം. അല്ലാതെ രാശി കാണാതെ പഠിക്കാൻ നിൽക്കില്ല. രാശി നിങ്ങളുടെ ബുക്കിലോട്ട് പഞ്ചാംഗത്തിലെടുത്ത് വെച്ച് വായിച്ചു നോക്കിയാൽ കിട്ടും. ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം, കന്നി, വൃശ്ചികം, ധനു, കുംഭം, മീനം എന്ന് കിടപ്പുണ്ട്. അപ്പോൾ വിട്ടിട്ടുള്ളത് മേടം വേണ്ട, തുലാം വേണ്ട, മകരം വേണ്ട. ചരരാശിയിൽ കർക്കടകം ഒഴികെയുള്ള ചരരാശികൾ പാടില്ല. ഇതാണ് അവിടെ വരേണ്ടത്. കർക്കടകം ഒഴികെയുള്ള ചരരാശികൾ മുഹൂർത്ത ലഗ്നമായി വരരുത് എന്നുള്ളതാണ്. ഇനി അടുത്ത് മിഥുനം, കർക്കടകം, കന്നി, ധനു, മീനം. മിഥുനം, കന്നി, ധനു, മീനം, കർക്കടകം ഈ 4 മാസവും പാടില്ല. അതായത് അതിന് എളുപ്പ വഴി കോൺ മാസങ്ങൾ അല്ലെങ്കിൽ ഉഭയരാശികൾ 4 ഉഭയരാശി വരുന്ന മാസങ്ങളും കർക്കടക മാസവും പാടില്ല. ഇപ്പം പഠിക്കുന്നത് മാസമാണ്. അതായത് കോൺ മാസത്തില് വാസ്തു പുരുഷൻ ഉറങ്ങുന്ന മാസം എന്നാണ് നമ്മുടെ സങ്കല്പം. കോൺ മാസങ്ങൾ എന്ന് പറയും. കോൺ മാസം എന്ന് പറയുന്നത് ഉഭയരാശി സൂചിപ്പിക്കുന്ന മാസങ്ങൾ. മിഥുനം, കന്നി, ധനു, മീനം, അതോടൊപ്പം കർക്കടകവും. മിഥുനം, കന്നി, ധനു, മീനം, അതോടൊപ്പം കർക്കടകവും. മിഥുനം, കന്നി, ധനു, മീനം, അതോടൊപ്പം കർക്കടകവും. മിഥുനം, കന്നി, ധനു, മീനം. മിഥുനം, കന്നി, ധനു, മീനം, കർക്കടകം ഈ 5 മാസങ്ങളും പാടില്ല. ഗ്രഹ ആരംഭത്തിന് പാടില്ല. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. കാർത്തിക നക്ഷത്രത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലവും പാടില്ല. കാർത്തിക നക്ഷത്രത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലം. സൂര്യൻ സഞ്ചരിക്കുന്ന കാലം എന്ന് വെച്ചാൽ മാസമാണ്. കാർത്തിക നക്ഷത്രത്തിൽ സൂര്യൻ എപ്പോഴൊക്കെ വരും? ആരെയും പറഞ്ഞു നോക്കണം. കാർത്തിക നക്ഷത്രത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലം. കാർത്തിക നക്ഷത്രത്തിൽ ശരാശരി മേടം. കാർത്തിക നക്ഷത്രം എന്ന് പറയുമ്പോൾ മേടം 26 ആകുമ്പോഴേ 26 ഡിഗ്രി കഴിയും എന്ന് സങ്കല്പിക്കുക. ഒരു ഉദ്ദേശം. കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് മേടൻ രാശിയിലെ 26 ഡിഗ്രി 40 മിനിറ്റ് കഴിയുമ്പോൾ, മേടൻ രാശിയിലെ 26-40 കഴിയുമ്പോൾ കാർത്തിക നക്ഷത്രം തുടങ്ങും. ഇടവം 10 ഡിഗ്രി വരെ. അപ്പോൾ ഇടവമാസം 10 വരെ തീരുന്നത് വരെ. മേടം 26 മുതൽ ഇടവം 10 വരെയുള്ള ദിവസവും പാടില്ല. ശരാശരി അത് സൂക്ഷിച്ചോളണം. കാർത്തിക നക്ഷത്രത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലമായ ഉദ്ദേശം മേടം 26 മുതൽ ഇടവം 10 വരെയുള്ള ദിവസങ്ങളും ഒരു 15 ദിവസത്തോളം വരും. മാസവും പാടില്ല. അപ്പോഴെത്ര? 5.5 മാസം ഔട്ടാവും. കോൺ മാസങ്ങളായ മിഥുനം, കന്നി, ധനു, മീനം, പിന്നെ കർക്കടകം, അതോടൊപ്പം കാർത്തിക നക്ഷത്രത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലം, അതായത് ഉദ്ദേശം മേടം 26 മുതൽ ഇടവം 10 വരെയുള്ള കാലഘട്ടവും പാടില്ല.
ഇത്ര കാലവും പാടില്ല. ഈ കാലത്ത് ഗ്രഹ ആരംഭത്തിന് പാടില്ല. ഇതാണ് മാസം. അപ്പോൾ ആദ്യം പഠിച്ചത് രാശി. മുഹൂർത്ത ലഗ്നം എടുക്കുന്നത് കർക്കടകം ഒഴികെയുള്ള ചരരാശികൾ എടുക്കരുത്. കർക്കടകം എടുക്കുക 3 ചരരാശി, മേടം, തുലാം, മകരം ആയ 3 ചരരാശികളും ലഗ്നത്തിന് എടുക്കരുത്. ബാക്കി രാശികളെല്ലാം എടുക്കാം. ഇപ്പൊ പഠിച്ചത് മാസം, സൗരമാസം. സൗരമാസങ്ങൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മിഥുനം, കന്നി, ധനുമീനം, കർക്കടകം, കാർത്തിക നക്ഷത്രത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലം. കാർത്തിക നക്ഷത്രത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലം എന്ന് പറയുന്നത് ഉദ്ദേശം മേടം 26 മുതൽ ഇടവം 10 വരെ വരും. ചിലപ്പോൾ മേടം 26 തന്നെ ഉള്ളു, അതിനപ്പുറം അതിന്റെ മുന്നിൽ കയറൂല. ഇടവം 10 എന്നുള്ള ചിലപ്പം 11 വന്നു പോവാം. 10 11 വരെ വരാം ചിലപ്പോൾ. അത് നോക്കി വേണം. കാർത്തിക നക്ഷത്രത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലം. കാർത്തിക നക്ഷത്രമല്ല, സൂര്യൻ സഞ്ചരിക്കുന്ന കാലം. ഉദ്ദേശം മേടം 26 മുതൽ ഇടവം 10 വരെയുള്ള കാലവും പാടില്ല. ഇത്രയും. അടുത്ത് ഇനി കിഴക്കിനി, പടിഞ്ഞാറിനി, വടക്കിനി, തെക്കിനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മുഹൂർത്ത ലഗ്നത്തിന്റെ 4-ല് ഒരു ഗ്രഹവും പാടില്ല. നമ്മൾ നേരത്തെ വിവാഹത്തിന് 7-ാം ഭാവം ശുദ്ധിയാകണമെന്ന് പഠിച്ചു. വിവാഹത്തിനാണെങ്കിൽ 7-ല് ഗ്രഹങ്ങൾ ആരും പാടില്ല. പിന്നെ വിദ്യാരംഭത്തിന് 2ഉം 5ഉം ശുദ്ധമാകണം. ചോറൂണിന് 10 ശുദ്ധമാകണം. ഇപ്പോഴും ഗ്രഹപ്രവേശത്തിന് 4 ശുദ്ധമാകണം. ഏത് കാര്യത്തിന്, ഏത് കർമ്മം ഉദ്ദേശിക്കുന്നോ ആ പാവം, ആ കർമ്മം കൊണ്ട് ചിന്തിക്കേണ്ട പാവം ശുദ്ധമാകണമെന്ന് അർത്ഥം. ഇപ്പോ ഗ്രഹാരംഭം എന്ന് പറയുന്നത് ഗ്രഹം 4-ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് 4 ശുദ്ധിയാകണം. വിവാഹം 7 സംബന്ധമായത്, അതുകൊണ്ട് 7 ശുദ്ധിയാകണം. വിദ്യാഭ്യാസം 2, ഹയർ എഡ്യൂക്കേഷൻ ആയിരിക്കും 5, 2ഉം 5ഉം. ചോറൂണ് 10 കൊണ്ട് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് 10-ാം ഭാവം ശുദ്ധിയാകണം. ഇനി ഓരോന്നും കൊണ്ട് നിഷേധത്തിന് ലഗ്നം ശുദ്ധിയാകണം. ഇങ്ങനെ ഓരോന്നിനും ഓരോന്നായിട്ട് വരും. അപ്പോൾ 4-ാം ഭാവത്തിൽ ഗ്രഹങ്ങൾ ആരും നിൽക്കരുത്. പ്രത്യേകിച്ച് പാപഗ്രഹങ്ങൾ പാടില്ല. നിൽക്കുന്നു. അഷ്ടമശുദ്ധി വേണം. വേദ നക്ഷത്രവും കൊള്ളരുത് എന്നിട്ടിട്ടുണ്ട്. വേദ നക്ഷത്രവും കൊള്ളരുത്. പിന്നെ പാപവാരം ഇവിടെ പറയുന്നത് ഞായറാഴ്ചയും ചൊവ്വാഴ്ചയാണ് പറയുന്നത്. ശനിയാഴ്ചയും എടുക്കരുത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. അതായത് കർത്തൃദോഷങ്ങൾ പ്രത്യേകിച്ച് ചിന്തിച്ചുകൊള്ളണം. ഭ്രഷ്ടാവിന്റെ 3, 5, 7 നക്ഷത്രങ്ങൾ, അഷ്ടമരാശിക്കൂറ്, ആ വക കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നുള്ളത് തന്നെ. അതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് നക്ഷത്രം മകം, മൂലം, ഊൺനാളുകൾ 16 എണ്ണം, അങ്ങനെ 18 നക്ഷത്രവും എടുക്കാം. ഇതിനകത്തിന് അയാളെ 3, 5, 7 നക്ഷത്രത്തിനൊക്കെ മൈനസ് ചെയ്യേണ്ടി വരും, കുറയ്ക്കേണ്ടി വരും. അതൊക്കെ നമുക്കറിയാം. മകവും മൂലവും ഊൺനാളുകൾ 16ഉം ചേർത്ത് 18 നക്ഷത്രങ്ങൾ ഉത്തമമാണ്, ഉചിതമാണ്. സാറേ, നമ്മള് മുഹൂർത്തം എടുക്കുമ്പോൾ പ്രസ്താവിന് കുടുംബനാഥനാണോ കുടുംബനാഥയാണോ കണക്കാക്കുന്നത് സാറേ? ഹലോ, ഗ്രഹനാഥനാണോ ഹലോ സാറേ, കേൾക്കാമോ? പറയണം സാറേ, നമ്മള് മുഹൂർത്തം എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രസ്താവിന്റെ നക്ഷത്രം എടുക്കുമല്ലോ. അത് സ്ത്രീയുടെയാണോ പുരുഷന്റെ ആണോ? അത് ഗ്രഹനാഥന്റെ ആണോ പുരുഷന്റെയാണ് എടുക്കേണ്ടത്. പിന്നെ ചില സ്ഥലങ്ങളിൽ ചിലര് സ്ത്രീയുടെ എന്ന് പറയും. അങ്ങനെയല്ല, പുരുഷനാണ്. ഗ്രഹനാഥന്റെ തന്നെ എടുക്കണം. നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ്, ഗ്രഹനാഥന്റെ തന്നെ എടുക്കണം. പിന്നെ ചില സ്ഥലങ്ങളിൽ ആളുകളും സ്ത്രീയുടെയാണ് എടുക്കുന്നത്. ഇല്ല, പുരുഷന്റെ തന്നെ എടുക്കണം. പിന്നെ ഇതിനകത്തൊരു വിഷമം വരും. ചിലപ്പോൾ ചില ആൾക്കാർ വന്നിട്ട് എൻ്റെ മകളും മരുമകനുമായിരിക്കും, അപ്പോൾ മകൾക്ക് കൂടി സ്ഥാനം വരണമല്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ യെസ് എന്ന് പറഞ്ഞിട്ട് മകൾക്കും കൂടി ചേർത്ത് നോക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടുത്തി വിടണം. അത് മകളുടെ 3, 5, 7 നക്ഷത്രം കൂടി ഒഴിവാക്കി 2 കൂടി ചേർന്ന് തന്നെ എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുന്നതിൽ തെറ്റില്ല. അവരെ ഒന്ന് കൺവിൻസ് ചെയ്യണം, തൃപ്തിപ്പെടുത്തണം.
അത് ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു വലിയ വീടൊക്കെ വയ്ക്കുമ്പോൾ മകളും കാണും, മരുമകനും കാണും. മകൾക്ക് വേണ്ടിയായിരിക്കും വീട് വയ്ക്കുന്നത്. അപ്പോഴും മകളെ കാര്യം കൂടി നോക്കി പുറകെ നമ്മളൊന്ന് തൃപ്തിപ്പെടുത്തി വിടണം അവരെ. അല്ലാതെ നിയമപ്രകാരം പുരുഷനാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത്. പുരുഷന്റെ നക്ഷത്രം വെച്ച് തന്നെ നോക്കണം. പുരുഷന്റെ നക്ഷത്രം തന്നെയാണ്. ശരി, താങ്ക് യു സാർ. ഒന്നുകൂടെ. മകവും മൂലവും ഊൺനാളുകൾ 16 ചേർത്ത് 18 നക്ഷത്രങ്ങൾ നല്ലതാണ്. ഇനി തിരി, തിഥികളായ ചതുർത്ഥി, ചതുർദശി, നവമി, അഷ്ടമി, കറുത്ത വാവ് എന്നിവ ഒഴിവാക്കണം. പാപവാരങ്ങൾ എടുക്കരുത്. പ്രത്യേകിച്ച് ശനിയും ചൊവ്വയും ഞായറും, പ്രത്യേകിച്ച് ഒഴിവാക്കണം. ശനിയാഴ്ചയെ കുറിച്ചൊന്നും പറയുന്നില്ല, പക്ഷെ ശനിയും നല്ലതല്ല. ചൊവ്വയും ഞായറും പാപവാരങ്ങൾ എടുക്കരുത്. തിഥി ആയി, വാരമായി. ഇനി മാസം വരുമ്പോൾ ഫോൺ മാസങ്ങളായ മിഥുനം, കന്നി, ധനു, മീനം, പിന്നെ കർക്കടകവും സൂര്യൻ കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന കാലം, അതായത് ഉദ്ദേശം മേടം 26 മുതൽ ഇടവം 10 വരെയുള്ള കാലഘട്ടവും ഗ്രഹ ആരംഭത്തിന് നല്ലതല്ല. പിന്നെ അടുത്ത് വരുന്നത് എന്താണ്? മുഹൂർത്ത ലഗ്നത്തിന്റെ 4-ാം ഭാവം ശുദ്ധിയാകണം. 4-ല് ഗ്രഹങ്ങൾ ആരും നിൽക്കരുത്. പ്രത്യേകിച്ച് പാവന്മാരെ പ്രത്യേകിച്ചും വർജിക്കണം. 4-ാമിടത്ത് ഗ്രഹങ്ങൾ ആരും പാടില്ല. സാറേ ഈ സാർ ഒരു സംശയം സാർ. പറയണം സാർ, ഈ ഗ്രഹാരംഭത്തിന് പിന്നെ ഈ പ്രമാണത്തിലേക്ക് ആരുടെ പേര് അവരുടെയാണോ സാർ കർത്തൃദോഷം നോക്കേണ്ടത്? അതാ എങ്ങനെയാണ് അതിൻ്റെത്? ആരെ കർത്തൃദോഷം നോക്കുമ്പോഴേ അത് രണ്ടുപേരുടെയും നോക്കണോ? പുരുഷൻ സ്ത്രീയെ രണ്ടും നോക്കണോ സാർ? നമ്മൾ നോക്കേണ്ടത് പുരുഷന്റെ തന്നെ നോക്കണം. പുരുഷനെ നോക്കി തന്നെ കൊടുക്കണം. കഴിയും എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീയുടെയും കൂടെ നോക്കാം. രണ്ടുപേരെയും നോക്കുമ്പോൾ ചിലപ്പം ബുദ്ധിമുട്ട് വരും. മുഹൂർത്തം എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. അത് അവരുടെ അടുത്ത് പറയാതിരുന്നാൽ മതി. കഴിയുമെങ്കിൽ അങ്ങനെ എടുത്ത് കൊടുക്കുന്നത് നല്ലത് തന്നെ. ഇല്ല എന്നൊന്നും പറയാൻ പറ്റൂല. പക്ഷെ നിയമപ്രകാരം പുരുഷൻ്റെത് മാത്രം മതി. രണ്ടും കൂടി എടുക്കുമ്പം പ്രയാസം ഉണ്ടാവും. മുഹൂർത്തം കിട്ടാൻ ചിലപ്പം ബുദ്ധിമുട്ട് വരും. 3, 5, 7 നക്ഷത്രമൊക്കെ കയറി വരും. മുഹൂർത്തം എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നോക്കുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള മുഹൂർത്തമാണ്. മുഹൂർത്തം എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാട്. ഇപ്പം നോക്കാം. ഇപ്പം നോക്കുമ്പോൾ മനസ്സിലാവും. ഒന്ന് എഴുതാം. ഗ്രഹാരംഭവും ഗ്രഹപ്രവേശവും ഗ്രഹനാഥനെ വച്ചാണ് നോക്കേണ്ടത്. ഗ്രഹാരംഭവും ഗ്രഹപ്രവേശവും ഗ്രഹനാഥനെ വച്ചാണ് നോക്കേണ്ടത്. ഗ്രഹാരംഭവും ഗ്രഹപ്രവേശവും ഗ്രഹനാഥനെ വച്ചാണ് നോക്കേണ്ടത്. ആദ്യം നക്ഷത്രം മകവും മൂലവും ഊൺനാളുകൾ 16 ചേർത്ത് ഊൺനാളുകൾ 16. ഊൺനാളെന്ന് വെച്ചാൽ അന്നപ്രാശം. മകവും മൂലവും ഊൺനാളുകൾ 16 ചേർത്ത് 18 നക്ഷത്രങ്ങൾ നല്ലതാണ്. 18 നക്ഷത്രങ്ങൾ നല്ലതാണ്. ഊൺനാളുകൾ 16 ചേർത്ത് 18 നക്ഷത്രങ്ങളും നല്ലതാണ്. അടുത്ത തിരി
ചതുർത്ഥി, ചതുർദശി, നവമി, കറുത്ത വാവ്, അഷ്ടമി എന്നിവ പാടില്ല. ചതുർത്ഥി, ചതുർദശി, നവമി, ചതുർത്ഥി, ചതുർദശി, നവമി, കറുത്ത വാവ്, അഷ്ടമി എന്നിവ പാടില്ല. നവമി, ചതുർത്ഥി, ചതുർദശി, നവമി, കറുത്ത വാവ്, അഷ്ടമി എന്നിവ പാടില്ല. മാസം, വാരം, പാപവാരങ്ങൾ എടുക്കരുത്. അങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. ഇപ്പോൾ പിന്നെ വേറെ ഒന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. പാപവാരങ്ങൾ എടുക്കരുത്. പ്രത്യേകിച്ച് ചൊവ്വയും ഞായറും. പ്രത്യേകിച്ച് ചൊവ്വയും ഞായറും. പ്രത്യേകിച്ച് ചൊവ്വയും ഞായറും. അടുത്തത് മാസം. പോൺ മാസങ്ങളായ, അതിനകത്ത് നമ്മൾ പോൺ മാസം എന്നാണ് സർവർ നമ്മുടെ ആര് പറയുന്ന ഈ വാസ്തു ഒരു പോൺ മാസം എന്നേ പറയുള്ളൂ. പോൺ മാസം. പോൺ മാസങ്ങളായ മിഥുനം, കന്നി, ധനു, മീനം എന്നീ മാസങ്ങളും. മിഥുനം, കന്നി, ധനു, മീനം എന്നീ മാസങ്ങളും. മിഥുനം, കന്നി, ധനു, മീനം എന്നീ മാസങ്ങളും. കർക്കിടക മാസവും. മിഥുനം, അത് ഓർമ്മിക്കാൻ എളുപ്പമാണ്. മിഥുനം, കന്നി, ധനു, മീനം ഈ മാസങ്ങളില് വാസ്തു പുരുഷൻ ഉറങ്ങും എന്നാണ് അവരുടെ സങ്കല്പം. നമ്മുടെ വാസ്തു വിദഗ്ധന്മാർ പറയുന്നത് അങ്ങനെയാണ്, സങ്കല്പം അതാണ്. അപ്പോഴാ മാസം പാടില്ല, 4 മാസവും പാടില്ല. പിന്നെ കർക്കിടകം പാടില്ല. കർക്കിടകവും കാർത്തിക നക്ഷത്രത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന കാലവും പാടില്ല. 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 അതായത് ഉദ്ദേശം മേടം 26 മുതൽ ഇടവം 10 വരെ. ഉദ്ദേശം മേടം 26 മുതൽ ഇടവം 10 വരെ. ഇനി ലഗ്നം. ചരരാശി, സ്ഥിരരാശിയും ഉഭയരാശിയും കർക്കടകവും എടുക്കാം. സ്ഥിരരാശികളും ഉഭയരാശികളും കർക്കടകവും എടുക്കാം. സ്ഥിരരാശികളും ഉഭയരാശികളും കർക്കടകവും എടുക്കാം. ഇവിടെ വരുമ്പോൾ ഒരു കാര്യം ഓർമ്മിച്ചുകൊള്ളണം. മാസവും രാശിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആകരുത്. ആദ്യം പറഞ്ഞത് മാസം, രണ്ടാമത് പറഞ്ഞത് ലഗ്നം. രണ്ടും കൂടെ കൺഫ്യൂഷൻ ആകരുത്. അടുത്ത ലൈനില് 4-ാം ഭാവത്തിൽ ഗ്രഹങ്ങൾ ആരും പാടില്ല.
നാലാം ഭാവത്തിൽ ഗ്രഹങ്ങൾ ആരും പാടില്ല. നാലാം ഭാവത്തിൽ ഗ്രഹങ്ങൾ ആരും പാടില്ല, പ്രത്യേകിച്ചും പാപഗ്രഹങ്ങൾ. പ്രത്യേകിച്ചും പാപഗ്രഹങ്ങൾ. അഷ്ടമശുദ്ധി വേണം, അത് മറക്കരുത്. അഷ്ടമശുദ്ധി വേണം. അത് പറയേണ്ട ആവശ്യമില്ല. എല്ലാ മുഹൂർത്തങ്ങൾക്കും അഷ്ടമശുദ്ധി വേണം. സകല മുഹൂർത്തത്തിന് അഷ്ടമശുദ്ധി അത്യാവശ്യമാണ്. അഷ്ടമശുദ്ധി വേണം. സാറേ വേറെ ഒരു വഴിയില്ല. അഷ്ടമത്തിൽ സർപ്പനൊക്കെ നിൽക്കുകയാണെങ്കിൽ പരിഹാരം ചെയ്തെടുക്കാമോ സാർ? ഇങ്ങനെ വേറെ വഴികളൊന്നുമില്ല. അവൻ വേറെ ഗ്രഹങ്ങൾ കുജനും ശനിയും അല്ലാതെ വേറെ കേതുവോ രാഹുവോ ഒക്കെ നിന്നാൽ എടുക്കാമോ പരിഹാരം ചെയ്ത്? രാഹു നിന്നാൽ എടുത്തുകൂടാ. രാഹു 4 നിന്നാൽ എടുത്തുകൂടാ. കേതു നിൽക്കുന്നതിന് കുഴപ്പമില്ല. കേതു നിൽക്കുമ്പോൾ 10 അവിടെ വരും. 4 കേതു നിന്നാൽ കേതുവിനെ കണക്കാക്കണ്ട. ബാക്കി ശുഭഗ്രഹങ്ങൾ എന്നാൽ കുഴപ്പമില്ല. പാപഗ്രഹങ്ങൾ എന്നാൽ പാടില്ല തന്നെയാണ്. പാപഗ്രഹം 4 ശുദ്ധമാകണം. 4-ാം ഭാവം കൊണ്ടാണ് വീടിനെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് 4 ശുദ്ധമാണ്. പിന്നെ നിവർത്തിയില്ലെങ്കിൽ ശുഭഗ്രഹം നിൽക്കാം. ദൃഷ്ടി നോക്കണ്ട. ദൃഷ്ടിയെ നോക്കണ്ട. 4 ശൂന്യമായിരിക്കണം. അതില് പ്രത്യേകിച്ച് പാപഗ്രഹങ്ങളെ വർജിക്കണം. നിവർത്തിയില്ലെങ്കിൽ ശുഭഗ്രഹം നിന്നാൽ എടുക്കാം. പാപഗ്രഹം നിന്നാൽ എടുക്കരുത്. എങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. പരിഹാരം എന്തോന്ന് പരിഹാരം ചെയ്യുന്നത്? നല്ലതല്ല. ഹലോ, മാന്തി പറ്റുമോ സർ? മാന്തിയെ നോക്കണ്ട. മാന്തിയൊക്കെ ഒന്നുകൂടെ. മാന്തി ഗുളിക ഉദയ സമയം എടുക്കരുത്. അത് നമ്മൾ മറ്റേ മുഹൂർത്തത്തിൽ വരുന്ന കർത്തൃദോഷത്തിൽ വരുന്നതാണ്. ഗുളികോദയ രാശി ലഗ്നമായി എടുക്കരുത്. അത് എല്ലാത്തിലും വരുന്നതാണ്. ഗുളികോദയ രാശി ലഗ്നമായിട്ട് എടുക്കരുത് എന്നുള്ളത്. അഷ്ടമത്തില് മാന്തിയെ കുറിച്ചുകൂടെ ഒരിടവും പറയുന്നില്ല. 4 മാന്തി വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. മാന്തി ലഗ്നത്തിൽ വരാതിരിക്കണം. അതാണ്. അതായത് ഗുളികോദയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗ്നത്തില് മാന്തി വരും. അത് നല്ലതല്ല. ഇനി ഗ്രഹപ്രവേശം എഴുതിക്കൊള്ളണം. അതും കൂടി കഴിഞ്ഞിട്ട് എക്സാമ്പിൾ നോക്കാം. ഗ്രഹപ്രവേശം. അതായത് ഗ്രഹ ആരംഭവും ഗ്രഹപ്രവേശവും തമ്മിൽ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി എല്ലാം ഇങ്ങനെ തന്നെ. നക്ഷത്രങ്ങൾ ഇപ്പൊ പറഞ്ഞത് തന്നെ. ലഗ്നരാശിയും ഇപ്പോഴും പറഞ്ഞത് തന്നെ. സ്ഥിതിയും ഇപ്പോഴും പറഞ്ഞത് തന്നെ. 4-ാം ഭാവം ശുദ്ധിയാകണം. പിന്നെ മാസത്തില് മാത്രം വ്യത്യാസം. മാസത്തില് കന്നി, കുംഭം, കർക്കടകം. കർക്കടകം, കന്നി, കുംഭം ഈ 3 മാസവും എടുക്കരുത്. ബാക്കി കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന കാലവും അതെല്ലാം എടുക്കാം. കർക്കടകം, കന്നി, കുംഭം 3 മാസങ്ങളും എടുക്കാൻ പാടില്ല. ബാക്കി എല്ലാം നമ്മള് ഗ്രഹപ്രവേശത്തിന് പറഞ്ഞതുപോലെ തന്നെ ഗ്രഹ ആരംഭത്തിന് പറഞ്ഞതുപോലെ തന്നെ ഗ്രഹപ്രവേശം. ബാക്കി എല്ലാം അതുപോലെ തന്നെയാണ്. അപ്പൊ രണ്ടും ഒരുമിച്ച് നോക്കിയാൽ മതി എന്നുള്ളതാണ്. അതായത് നക്ഷത്രം നമ്മൾ നേരത്തെ പഠിച്ചത് മകം, മൂലം, ഊഴ്നാളുകൾ 16. ഇവിടെയും അങ്ങനെ തന്നെ. തിഥി
ചതുർത്ഥി, ചതുർദശി, നവമി, അഷ്ടമി, കർത്തവാവ്. അത് ഇവിടെ അങ്ങനെ തന്നെ. വാരം, പാപവാരം പാടില്ല. മാസം വരുമ്പോൾ വ്യത്യാസം. മാസം ഇവിടെ കർക്കടകം, കന്നി, കുംഭം 3 മാസവും പാടില്ല. ബാക്കി എല്ലാ മാസവും എടുക്കാം. അവിടെ ഓൺ മാസമാണ് എടുത്തത്. ഗ്രഹപ്രവേശത്തിന് കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞ് 4-ാം ഭാവം ശുദ്ധിയാകണം, അഷ്ടമശുദ്ധി വേണം. പിന്നെ വേറെ എന്തുണ്ട്? രാശിയും അവിടെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ. ബാക്കി എല്ലാം അതുപോലെ തന്നെ. മാസം മാത്രം വ്യത്യാസം. ഗ്രഹ ആരംഭത്തിന് പറഞ്ഞതിൽ ഗ്രഹപ്രവേശത്തിനും ഗ്രഹ ആരംഭത്തിനും തമ്മിൽ മാസങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഗ്രഹപ്രവേശത്തിന് കർക്കടകം, കന്നി, കുംഭം 3 മാസവും പാടില്ല. ബാക്കിയെല്ലാം ഗ്രഹപ്രവേശത്തിന് പറഞ്ഞതുപോലെ തന്നെയാകുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് കിണർ കുഴിക്കുന്നതും കൂടിയൊക്കെ നോക്കാം. ഒന്ന് എഴുതണം. ഗ്രഹപ്രവേശം, ഗ്രഹപ്രവേശം. കർക്കടകം, കന്നി, കുംഭം ഈ 3 മാസങ്ങളും കർക്കടകം, കന്നി, കുംഭം ഈ 3 മാസങ്ങളും പാടില്ല. ബാക്കി മുഹൂർത്ത വിശേഷങ്ങളെല്ലാം ഗ്രഹ ആരംഭത്തിന് പറഞ്ഞതുപോലെ തന്നെ ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. അതിനാണ് അത്യാവശ്യം. അല്ലാതെ കുറെ റൂൾസും പറഞ്ഞുകൊണ്ട് തന്നു കഴിഞ്ഞാൽ ഇത് എടുക്കണം എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഏത് മാസത്തിലാണ് മുഹൂർത്തം നോക്കാൻ പറഞ്ഞത്? വിവാഹത്തിനല്ലേ അതിനു വേണ്ടി നോക്കാൻ പറഞ്ഞത്? ചോറൂണിനാണ് സർ, ചോറൂണ്. സോറി, വിദ്യാരംഭത്തിന് നിയമങ്ങളൊക്കെ പിറ്റേ ദിവസം സാധ്യ ദിവസമായിരിക്കണം. നക്ഷത്രം തിരുവാതിരയും ചേർത്ത് 17 നക്ഷത്രം ഇല്ലേ? അതെ. തിരുവാതിരയും കൂടി ചേർത്ത് 17 നക്ഷത്രം. പിറ്റേ ദിവസം സാധ്യ ദിവസമായിരിക്കണം. തിങ്കളാഴ്ച പാടില്ല എന്നുണ്ട്. പാപവാരങ്ങളും തിങ്കളാഴ്ചയും പാടില്ല. അപ്പോൾ ബുധൻ, വ്യാഴം, വെള്ളിയിൽ എടുക്കണം. ബാക്കി 2ഉം 5ഉം ഭാവങ്ങൾ ശുദ്ധിയാകണം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഏതൊക്കെ ദിവസങ്ങൾ നോക്കിയത്? ആരെങ്കിലും ഒരാൾ നോക്കിയത്? കൊച്ചിന്റെ നക്ഷത്രം എന്തോന്നാണ്? ഭരണി. കുഞ്ഞിന്റെ നക്ഷത്രം ഭരണി എന്ന് പറഞ്ഞു. നമ്മൾ നോക്കിയ ഡേറ്റ് തുലാമാസത്തിൽ എത്രാം തീയതി കിട്ടി? ആരെങ്കിലും ഒരാൾ പറയണം, നമുക്ക് അതിനെ വെച്ച് നോക്കാം. ആരും നോക്കിയില്ലേ? അപ്പൊ ഞാൻ നോക്കി പറയട്ടോ? എന്ന് ചോദിച്ചു. അതെ സർ, അതെ. നോക്കി പറയാം. തുലാം 1 കൊള്ളാമോ? ആരെങ്കിലും ഒന്ന് പറയണം.
തുലാം 1 നല്ലതാണോ? ഒന്ന് പഞ്ചാംഗം നോക്കിയിട്ട് പറയണം. സാർ ഇത് പുതിയ പഞ്ചാംഗത്തിലാണോ സാറേ? പുതിയ പഞ്ചാംഗം 1200 പഞ്ചാംഗം. കൊല്ലവർഷം 1200 ആണ്ട് തുലാമാസം. സാറ് രേവതി നക്ഷത്രമാണോ? രേവതി നക്ഷത്രം പൗർണമിയാണ് തിഥി. വാരം വ്യാഴാഴ്ച, നല്ല വാരം. വാരം കൊള്ളാം. രേവതി ആകുമ്പോഴും 3, 5, 7 നക്ഷത്രത്തിൽ വരൂല. ഭരണിയല്ലേ, ഭരണീനാണ് എണ്ണേണ്ടത്, രേവതീനല്ല. ഭരണീൻ എണ്ണുമ്പോൾ 3, 5, 7 നക്ഷത്രം വരൂല. രേവതി നക്ഷത്രത്തിന്റെ കൂറ് ഏതാണ്? രേവതി ഏത് രാശി? മീനം. മീനം. മീനൻ രാശിയാകുമ്പോൾ കുഞ്ഞ് ജനിച്ചത് ഏത് രാശി? മേടം രാശി. മേടം. അപ്പോഴും അഷ്ടമരാശിയിലൊന്നും വരൂല, ഒന്നും വരൂല. അഷ്ടമരാശി കൂറിലുള്ള നക്ഷത്രത്തിൽ വരുന്നില്ല. 3, 5, 7 ഭരണിയിൽ നിന്ന് എണ്ണുമ്പോഴും 3, 5, 7 നക്ഷത്രമൊന്നും വരൂല. പക്ഷേ പൗർണമി അല്ല സാറേ, എന്റെ പഞ്ചാംഗം ഇല്ല. 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് സൂര്യ സംക്രാന്തി വരുന്നില്ലേ സാറേ? സൂര്യ സംക്രാന്തി. അതെ, അത് തന്നെ ഞാൻ നോക്കിയത്. ആരെങ്കിലും പറയണോന്ന് തന്നെ നോക്കിക്കൊണ്ടത്. നോക്കണം, ആ നടുക്ക് നോക്കണം. തുലാം 1 വ്യാഴാഴ്ച രാവിലെ 7:42 രേവതി നക്ഷത്രം 3-ാം പാദം മീനക്കൂറിൽ തുലാ രവി സംക്രമം. രാവിലെ 7:42 സൂര്യൻ മിഥുനം തുലാം രാശിയിൽ പ്രവേശിക്കുന്നു. അപ്പോഴാ പകല് കംപ്ലീറ്റ് എടുക്കരുത് എന്നാണ്. കുറഞ്ഞത് 12, 1 മണി വരെയെങ്കിലും പാടില്ല. അതിന് മുന്നില് ഉദിക്കുന്നതിന് പ്രവേശിക്കുന്നതിന് മുന്നില് 6 നാഴികയും പിന്നില് 16 നാഴികയും, മുന്നിലും പിന്നിലും 16 നാഴിക. 16 നാഴിക മുന്നിലും പിന്നിലും 16 നാഴിക ഒഴിവാക്കണം. അതായത് ഉച്ചയ്ക്ക് 1 മണി വരെയൊക്കെ വരും. അപ്പോഴാ ഡേറ്റ് എടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. സൂര്യ സംക്രമം, സൂര്യൻ സംക്രമിക്കുന്ന സമയമാണ് നമ്മൾ എന്തിനെടുക്കാൻ പോകുന്നത്. അപ്പോഴത് നോക്കണം. അന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് 1-ാം തീയതിയൊക്കെ വരും. 1-ാം തീയതിയും 30-ാം തീയതിയൊക്കെ വരികയാണെങ്കിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന്. സൂര്യ സംക്രമ സമയം. അപ്പൊ അത് പോയി. 1 പോയി. 2 നോക്കണം. അശ്വതിയല്ലേ? സാറേ പറ്റുമല്ലോ. ഊൺനാള് വെള്ളിയാഴ്ച. പിറ്റേ ദിവസം എന്തോന്നാഴ്ച? പിറ്റേ ദിവസം ശനിയാഴ്ചയല്ലേ? ശനിയാഴ്ച. അത് അധ്യാപന ദിവസമാണോ? അല്ല. അധ്യാപന ദിവസം ആയിരിക്കാൻ വഴിയില്ല. അധ്യാപന ദിവസം ആണോ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. അപ്പോഴ് പിന്നെ ശനി ഞായർ തിങ്കൾ ചൊവ്വയൊന്നും അയ്യം. പിന്നെ ഒരു കാര്യം കൊണ്ട് ബുധന് മൗഢ്യം പാടില്ല എന്നുണ്ട്. അപ്പോഴാദ്യം ബുധന്റെ മൗഢ്യം ഒന്ന് നോക്കാം. 5 വരെയുണ്ട്. ബുധന്റെ മൗഢ്യം എത്രാമത്തെ പേജ്? 17-ാമത്തെ പേജ് ഇല്ലേ? അതെ സാർ. അഞ്ചിനല്ലേ മൗഢ്യം? തുലാമാസം 5-ന് മൗഢ്യ അവസാനം. മൗഢ്യം പകർച്ച, ഗ്രഹങ്ങളുടെ നക്ഷത്ര പകർച്ച. 17-ാമത്തെ പേജില് സാർ. ബുധന്റെ മൗഢ്യം 31-ന്. തുലാം 5-ന് അസ്തമയത്തിന് മൗഢ്യ അവസാനം. തുലാം 5-ന് മൗഢ്യം അവസാനിക്കും. അപ്പോൾ തുലാം 5 വരെ പാടില്ല. ശരിയല്ലേ? എല്ലാവരും നോക്കിയോ? തുലാം 5 വരെ മൗഢ്യമാണ്. തുലാം 5 വരെ നേരത്തെ തുടങ്ങും. കഴിഞ്ഞ മാസത്തിലെ തുടങ്ങും. കന്നിയിലെ തുടങ്ങിയിട്ട് തുലാം 5 വരെ മൗഢ്യം. അപ്പോൾ തുലാം 5 കഴിഞ്ഞിട്ട് നോക്കിയതാ. മൗഢ്യത്തിന് ആദ്യം നോക്കിക്കൊള്ളണം. തുലാം 5 കഴിഞ്ഞിട്ട് 6 ചൊവ്വാഴ്ച, 7 ബുധനാഴ്ച നോക്കണം. പുണർദമാണ് നക്ഷത്രം. ഭരണി കാർത്തിക, രോഹിണി മകയിരം, തിരുവാതിര പുണർദം.
ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർതം 6-ാം നാളാണ്. കുഴപ്പമില്ല. നക്ഷത്രം കുഴപ്പമില്ലല്ലോ. നക്ഷത്രം കുഴപ്പമുണ്ടോ? സാർ അത് ബാല്യാവസ്ഥ ആവുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ബുധനെ? ബുധന്റെ ബാല്യാവസ്ഥ, ബുധന് ബാല്യാവസ്ഥ പറയുന്നില്ല. മൗഢ്യം കഴിഞ്ഞ് കിടന്ന് എടുക്കാൻ പറ്റുമോ സാർ? ഗുരു ശുക്രന്മാരുടെ ബാല്യവാർദ്ധക്യമാണ് പറയുന്നത്. വിവാഹത്തിനാണത് പ്രധാനം. ബുധന് മൗഢ്യമുള്ള കാലം പാടില്ല എന്നേ ഉള്ളൂ. അത് ഷഡ്ദോഷങ്ങളിൽ പറയുമ്പോൾ ഗുരു ശുക്രന്മാരെ പകല് കാണുന്ന സമയം, അവരെ ബാല്യവാർദ്ധക്യങ്ങള്, മൗഢ്യമുള്ള കാലം, ഇതൊക്കെയാണ് പറയുന്നത്. ബുധന് മൗഢ്യമുള്ള കാലം മാത്രമേ പറയുന്നുള്ളൂ, ബാല്യവാർദ്ധക്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ബുധന് 7-ാം തീയതി, മലയാളം 7, ഒക്ടോബർ 23, മലയാളം 7-ാം തീയതി ബുധനാഴ്ച കൊള്ളാം. പുണർതം നക്ഷത്രം ഏത് കൂറിൽ വരും, ഏത് രാശിയിൽ വരും പുണർതം? മിഥുനമാകുമ്പോൾ അഷ്ടമരാശിയിലൊന്നും വരില്ല. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സപ്തമിയാണ്, തിഥി കൊള്ളാം, കുഴപ്പമില്ല, അപ്പോഴും നോക്കാം. ഇനി ബുധനാഴ്ച പിറ്റേ ദിവസം സാധ്യമായ ദിവസം, ബുധന് മൗഢ്യമില്ല. ഇനി രാശികൾ ഏതൊക്കെ നല്ല രാശികൾ, ഏതൊക്കെ രാശികൾ പാടില്ല ഒന്ന് നോക്കണം. മുഹൂർത്ത ലഗ്നം ഏതൊക്കെ രാശികൾ പാടില്ല? വൃശ്ചികം പാടില്ല. വൃശ്ചികം, മേടം, മീനം അല്ലേ? അതെ അതെ. ആ 3 രാശിയും പാടില്ല. ഇത് ഏത് മാസം? തുലാമാസം. അപ്പോൾ വൃശ്ചികം പാടില്ല, ധനുവേ എടുക്കാൻ പറ്റുള്ളൂ. തുലാമാസത്തില് ധനുരാശിയെ എടുക്കാൻ പറ്റുള്ളൂ. ധനുരാശി നോക്കണം. വൃശ്ചികൻ രാശി പാടില്ല. ധനുരാശി ആകുമ്പോൾ ബുധൻ 13-ന് വൃശ്ചികത്തില്. ധനുരാശി എടുക്കണം. ധനുരാശിയിൽ ഒരു സമയം നോക്കണം. ധനുരാശി വരുമ്പോൾ 2-ാം ഭാവവും 5-ാം ഭാവവും ശുദ്ധിയാവുമോ എന്ന് നോക്കണം. ധനുരാശി എടുത്താൽ 2-ലും 5-ലും ഗ്രഹങ്ങൾ പാടില്ല. ഉണ്ടോ എന്ന് നോക്കണം. 5-ലും ഗുരു ഉണ്ടല്ലോ. എങ്ങനെ? 2ഉം 5ഉം ശുദ്ധമാണ്. 2-ും 5 ശുദ്ധമാണ് സാർ. അഷ്ടമത്തിൽ ആര് വരുമെന്ന് നോക്കണം. ധനു എടുത്തു കഴിഞ്ഞാൽ അഷ്ടമത്തിൽ ആര് വരുമെന്ന് നോക്കണം. അഷ്ടമത്തിൽ ആരില്ല. ചൊവ്വ 4-ാം തീയതി കർക്കടകത്തിൽ പ്രവേശിക്കണം. നടുക്ക് എഴുതിയിട്ടുണ്ട്. നടുക്ക് ആ കോളത്തിന്റെ നടുക്ക് നോക്കണം. പേജ് നമ്പർ 46-ല് ഇടത് സൈഡ്, ടോപ്പിൽ ഇടത് സൈഡ് ഗ്രഹനില കൊടുത്തിട്ടുണ്ട്. 4 കർക്കടകം എന്ന് എഴുതിയിട്ടുണ്ട്. അഷ്ടമശുദ്ധിയില്ല. അതായത് 4-ാം തീയതി ആകുമ്പോൾ ചൊവ്വ കർക്കടകത്തിൽ വരും. അപ്പോൾ 4-ാം തീയതി കർക്കടകത്തിൽ വരുമ്പോൾ, കർക്കടകൻ രാശിയിൽ വരുമ്പോൾ ചൊവ്വ അഷ്ടമത്തിൽ കയറി. നമ്മൾ അവിടെ നോക്കുമ്പോൾ ഇവിടെ കാണാനില്ല, പക്ഷെ ചൊവ്വ 4-ാം തീയതി അഷ്ടമത്തിൽ വരും. പ്രത്യേകിച്ച് ചൊവ്വയും രാഹുവാണ് ഏറ്റവും കടുപ്പം. അഷ്ടമരാശി, അഷ്ടമശുദ്ധിയില്ല, അപ്പോൾ ധനു എടുക്കാൻ പറ്റൂല. മകരം എടുത്തു കഴിഞ്ഞാൽ 2-ല് ശനിയുണ്ട്, 5-ല് വ്യാഴവുമുണ്ട്. കുംഭം എടുക്കാൻ പറ്റൂല. കുംഭം 2-ല് രാഹുവുണ്ട്. നോക്കണം. നമ്മൾ ആ പോയിന്റ് മനസ്സിനകത്ത് ഇട്ടേക്കണം. ധനു എടുത്തു കഴിഞ്ഞാൽ അഷ്ടമശുദ്ധിയില്ല. മകരം എടുത്താൽ 2-ല് ശനിയുണ്ട്, 5-ല് വ്യാഴമുണ്ട്. 2ഉം 5ഉം ശുദ്ധിയല്ല. മകരം. കുംഭം എടുത്തു കഴിഞ്ഞാൽ 2-ല് രാഹുവുണ്ട്. മീനം എടുത്താൽ 2, 5-ല് ചൊവ്വയുണ്ട്. ഒരുപാട് സമയമായി. സമയം അങ്ങ് പോയി. സമയം കടന്നുപോയി. അതാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു എന്നാണ് ചോദിക്കുന്നത്. സമയം കടന്നുപോയി. 2 മണിക്കൂർ, ഓരോ രാശി 2 മണിക്കൂറിട്ട് പോകുമ്പോൾ അങ്ങ് പോയി. അപ്പോഴും എടുക്കാൻ പറ്റൂല. തുലാമാസത്തില് അത് പറ്റൂല. തുലാമാസത്തിൽ പറ്റൂല. തുലാമാസത്തിൽ ഏത് രാശി എടുത്താലും നമുക്ക് ഇങ്ങനെ വരുള്ളൂ. കാരണം ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കും. ധനുരാശി എടുത്താൽ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കും. ഏത് എടുത്തു നോക്കണം, ഏത് മാസത്തെ, ആ മാസത്തിൽ എവിടെ എടുത്തു നോക്കണം. ആ ചൊവ്വ അവിടിന് മാറി തന്നു കഴിഞ്ഞാൽ, ചൊവ്വ അവിടിന് മാറിയാലേ പറ്റുള്ളൂ. ചൊവ്വ അവിടെന് മാറണം. കാരണം ധനുമാസത്തില്, തുലാമാസത്തില് വൃശ്ചികൻ രാശി എടുത്തുകൂടാ. തുലാമാസത്തില് വൃശ്ചികൻ രാശി എടുക്കാൻ പാടില്ല. അപ്പോൾ ധനുരാശിയെ എടുക്കാവൂ. ധനു എടുത്തു കഴിഞ്ഞാൽ അഷ്ടമത്തിൽ ചൊവ്വ. മകരം എടുത്തു കഴിഞ്ഞാൽ 2ഉം 5ഉം ശുദ്ധിയാവൂല. കുംഭം എടുത്താൽ 2ഉം 5ഉം ശുദ്ധിയാവൂല.
മീനമെടുത്താൽ നേരം സന്ധ്യയാകും, വൈകുന്നേരമാകും. പിന്നെ അതും പോയിട്ട് മകരവും കുംഭവും ഒന്നും ചിന്തിക്കാൻ പറ്റിയതല്ല. സമയം അങ്ങ് പോയി. വിദ്യാരംഭമൊക്കെ രാവിലെ എടുക്കേണ്ടതാണ്. അപ്പോൾ വൃശ്ചിക മാസത്തിൽ നോക്കാമോ? വൃശ്ചിക മാസത്തിലെ ചൊവ്വ എവിടെ നിൽക്കുന്നു? ഇനി എങ്ങോട്ട് നോക്കണം? അടുത്ത പേജ് എടുക്കണം. വൃശ്ചികത്തിലെ ചൊവ്വ എവിടെ നിൽക്കണം നോക്കണം. കർക്കിടകത്തിൽ തന്നെയാണ് സാർ. നിശ്ചയത്തിലും കർക്കിടകത്തിൽ തന്നെ. ചൊവ്വ കുറെ കാലം അവിടെ നിൽക്കുള്ളൂ. അടുത്ത കുംഭമാസം, ധനുമാസം എടുക്കണം. ചൊവ്വ എവിടെ നോക്കണം? ധനുവും കർക്കിടകത്തിൽ തന്നെ ചൊവ്വ. ധനു മകരം എടുക്കാൻ പറ്റൂല, കുംഭം എടുക്കാൻ പറ്റൂല. മീനം എടുത്തു കഴിഞ്ഞാൽ, മീനം എടുത്താലും 5 വരും. മകരമാസം ആവുമ്പോൾ മകരം 8-ാം തീയതി മിഥുനം രാശിയിലേക്ക് മാറും. മകരമാസം 8-ാം തീയതി മിഥുനം രാശിയിലേക്ക് ചൊവ്വ മാറും. മകരം 8-ന് ശേഷം എടുക്കാം. മകരം 8-ന് ശേഷം കുംഭൻ രാശിയിലെടുത്താൽ 2-ല് രാഹു വരും. കുംഭം മകരം 8-ന് മീനം രാശി വെച്ചെടുക്കാം. ഇല്ലേ? ലഗ്നത്തിൽ രാഹു വരും. ലഗ്നത്തിൽ സർപ്പം നിൽക്കുമല്ലേ സാർ? മകരമാസത്തില് നോക്കിക്കൊള്ളും. മകരമാസത്തില് മീനം രാശിയിൽ കുറിക്കാം. കുറിച്ചാൽ ലഗ്നത്തിലെ രാഹു വരുന്നുണ്ട്. അതൊരു നമുക്ക് തൃപ്തിയൊന്നുമില്ല, മുഹൂർത്തം തൃപ്തിയില്ല. ലഗ്നത്തിലെ പാപഗ്രഹം വരരുത്. അത് പൊതുവേ ഉള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, എല്ലാ മുഹൂർത്തത്തിനും പഠിച്ചു. ലഗ്നത്തില് പാപഗ്രഹങ്ങളോ ലഗ്നത്തിലോ 7-ലോ പാപഗ്രഹങ്ങൾ വരരുതെന്ന്. എന്നാലും ആൾക്കാർ കുറിക്കാറുണ്ട്. ആ രീതി കുറിച്ചു കഴിഞ്ഞാൽ മകരമാസത്തില് മീനം രാശി ലഗ്നമായിട്ട് കുറിച്ചാൽ 2-ൽ ആരുമില്ല. മകരം 8-ാം തീയതി ചൊവ്വ മിഥുനത്തിൽ വരും. അപ്പോൾ 8-ാം തീയതിക്ക് ശേഷം എടുത്തു കഴിഞ്ഞാൽ 2-ഉം 5-ഉം ശുദ്ധിയാകും. അഷ്ടമശുദ്ധി ഉണ്ടാകും. അഷ്ടമത്തിൽ ആരുമില്ല. ഒരു കുഴപ്പമില്ല. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ആ പഞ്ചാംഗം കയ്യിൽ വെച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. ഉണ്ട് സാർ, ഉണ്ട്. മകരമാസം 8-ാം തീയതിക്ക് ശേഷം മീനം രാശി ലഗ്നമായി മുഹൂർത്തം കുറിക്കാം. എഴുതിക്കൊള്ളണം. കുറിക്കാം. മകരം 8-ന് ശേഷം ഒരു ഡേറ്റ് നോക്കണം. മകരം 9 ചോതി, അഷ്ടമിയാണ്. മകരം 9 നോക്കണം. അന്ന് ചോതിയും അഷ്ടമിയല്ലേ വരുന്നത്? മകരം 8-ന് ചോതിയും അഷ്ടമിയല്ലേ വരണേന്ന് ചോദിച്ചു. അതെ അതെ അതെ. പിറ്റേ ദിവസം നവമി, അതിന്റെ അടുത്ത ദിവസം ദശമി നോക്കണം. വിശാഖം, അനിഴം നല്ല നക്ഷത്രമാണ്. അനിഴം അഷ്ടമരാശി. ഹലോ സാർ, മകരമാസം 8-ാം തീയതി ചിത്തിരയല്ലേ സാർ വരുന്നത്? ചിത്തിര. മകരമാസം 8-ാം തീയതി ചൊവ്വ മിഥുനത്തിൽ പോകുമെന്ന് പറഞ്ഞു. അത് വക്രം വന്നാണ് മിഥുനത്തിൽ പോകുന്നത്. വക്രം വന്നായിരിക്കും മിഥുനത്തിൽ പോകും. മകരം 9 നോക്കണേ. അതിൽ എഴുതിക്കുന്ന കണ്ടില്ലേ? മകരമാസത്തില് 8-ന് പൂജാൻ 8-ന് മിഥുനത്തിൽ പോകുന്ന എഴുതിക്കുന്ന കണ്ടില്ലേ നടുക്ക്? കണ്ടു. അപ്പോഴ് മകരം 8 കഴിഞ്ഞിട്ട് 9 ചോതി നക്ഷത്രം അഷ്ടമിയാണ്. പിറ്റേ ദിവസം നവമി വിദ്യാരംഭത്തിന് കുഴപ്പമില്ലല്ലോ.
നവമി വരുമ്പോൾ വിശാഖമാണ് നക്ഷത്രം, നല്ലതല്ല. വിശാഖം നക്ഷത്രം 10-ാം തീയതി വിശാഖം നല്ലതല്ല. 11-ാം തീയതി അനിഴമാണ്. അനിഴമാകുമ്പോൾ ഏത് രാശി? ശനിയാഴ്ച വരും സാർ, പിറ്റേ ദിവസം ശനിയാഴ്ച. അനിഴമാകുമ്പോൾ ഏത് രാശി? വൃശ്ചിക രാശി. വൃശ്ചികമാകുമ്പോൾ കൊച്ചു ജനിച്ചത് മേടൻ രാശിയിൽ, അഷ്ടമരാശി. അഷ്ടമരാശിയിലെ നക്ഷത്രം. അതിൻ്റെ അടുത്ത ദിവസം ശനിയാഴ്ച, പിന്നെ ഞായറാഴ്ച, പിന്നെ തിങ്കളാഴ്ച, പിന്നെ ചൊവ്വാഴ്ച വരുമ്പോൾ ചതുർദശി, ബുധനാഴ്ച കർത്തവാവ്, വ്യാഴാഴ്ച പ്രഥമ അയ്യം, വെള്ളിയാകുമ്പോൾ പിന്നെ ശനി ഞായർ തിങ്കൾ പോയി, ചൊവ്വ ബുധൻ. 23-ാം തീയതി ആകുമ്പോൾ ബുധൻ ഭരണി, നല്ലതല്ല. 24 കാർത്തിക, നല്ലതല്ല. 25 രോഹിണി, അത് നോക്കണം. ഭരണി, കാർത്തിക, രോഹിണി. സാറേ വെള്ളിയാഴ്ച വരിക, അപ്പൊ ശനിയാഴ്ച അധ്യയന ദിവസം അല്ലല്ലോ. ഒരു കാര്യം, ശനിയാഴ്ച അന്നേരം മകരം, അതായത് മകരം 25, വെള്ളിയാഴ്ച രോഹിണി. രോഹിണി 3-ാം നാളാണ്. ഭരണി, കാർത്തിക, രോഹിണി. പിന്നെ ശനി ഞായർ തിങ്കളായി, ചൊവ്വയായി. അത് കഴിഞ്ഞ് ബുധനാഴ്ച വന്നു. പൂരം, ആയില്യം. ആയില്യം നക്ഷത്രം നല്ലതല്ല, ഒരു ദിവസവും എടുക്കാൻ പറ്റൂല. നഗരത്തിൽ മുഹൂർത്തം ഇല്ല സാർ. മകരത്തിൽ മുഹൂർത്തം ഇല്ല. ഇതാണ് അവസ്ഥ. ഇങ്ങനെ പഞ്ചാംഗം വച്ച് നോക്കി തീരുമാനിച്ചാൽ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തന്നെ പറയാം മകരത്തിൽ മുഹൂർത്തം ഇല്ല എന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ കഴിയും. പഞ്ചാംഗം പരിചയപ്പെട്ടാലേ പറ്റുള്ളൂ. അല്ലാതെ എഴുതിയിരിക്കുന്നത് പലതും ഒക്കെ കാണും, നോട്ടിൽ പലതും കാണും. അപ്പോഴിങ്ങനെ നോക്കിയെടുക്കാനുള്ള ഒരു സന്മനസ്സുണ്ടല്ലോ. ഇനി കുംഭമാസത്തിൽ നോക്കാം. കുംഭമാസത്തിൽ നോക്കാം. കുംഭം 1 നോക്കണം. മകരം 30-നാണ്, രാത്രി 9:56 സൂര്യസംക്രമം. നോക്കണം, നടുക്ക് നോക്കണം. കുംഭമാസത്തിൽ നടുക്ക് നോക്കണം. 30-ാം തീയതി 30, മകരം 30, ബുധനാഴ്ച രാത്രി 9:36 മകര തലേദിവസം രാത്രി സംക്രമം നടന്നു കഴിഞ്ഞതുകൊണ്ട് 1-ാം തീയതി കുഴപ്പമില്ല. 1 പ്രഥമയാണ് തിഥി, മകയിരമാണ് നക്ഷത്രം. ഭരണി, കാർത്തിക, രോഹിണി, മകയിരം 4-ാം നക്ഷത്രം. ശരിയല്ലേ? അതെ സാർ. കുംഭം. അപ്പോൾ മീനൻ രാശി എടുത്താൽ മതിയല്ലോ. മീനൻ രാശി എടുത്താൽ 2ഉം 5ഉം ശുദ്ധമായി. അഷ്ടമശുദ്ധി ഉണ്ട്, കുഴപ്പമില്ല. മീനത്തിൽ ശുക്രനും കൂടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഉച്ചം ഭവിച്ച ശുക്രൻ മീനത്തിലല്ലേ നിൽക്കുന്നത്? രാഹു ഉണ്ടല്ലോ. എന്ത്? രാഹു ഉണ്ടല്ലോ അവിടെ. രാഹു ഉണ്ടെങ്കിലും എടുക്കേണ്ട തന്നെ, ഒരു മധ്യമമായിട്ട് എടുക്കാം, വേറെ വഴിയില്ല. ഉച്ചം വന്ന ശുക്രൻ കൂടി അവിടെ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പം ചെയ്യൂല. നിയമപ്രകാരം പാപൻ വന്നാൽ പാപൻ പോയതിനു ശേഷമേ എടുക്കാവൂ, അതാണ് നിയമം. നിയമം പൂർണ്ണമായിട്ട് പാലിക്കാൻ പറ്റൂല. അതോടെ മീനൻ രാശി എടുക്കാം. കുംഭമാസത്തിൽ മീനൻ രാശി എടുത്ത് നോക്കണം. കുംഭം 1-ാം തീയതി. കുംഭം 1-ാം തീയതി ഉദയം എത്ര മണി നോക്കണം. കുംഭം ഉദയം എത്ര മണി? കുംഭം 1. അല്ല, എത്രാം പേജിലാ സാർ? എത്രാം പേജിലാ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തില്ലേ? എനിക്ക് മൊബൈല് കയ്യിൽ വച്ചേക്കുന്നതിലാണ് ബുദ്ധിമുട്ട്. 29-ാമത്തെ പേജിലാണ് ഉദയം. 6:45 ഉദയം. 6:45. 6:45 ഉദയം എഴുതിക്കൊണ്ട. 6:45. ഉദയാൽപരം എത്ര? 4:20. ശരി തന്നെ. ഉദയം 6:45, ഉദയാൽപരം 4:20. 4 ആവുമ്പോൾ ഉദയാൽപരം 4:20 എഴുതണം. 4.20 20 സമം 4 നാഴികയാകുമ്പോൾ 96 മിനിറ്റ്. ഇതൊക്കെ വീട്ടിൽ വെച്ച് വർക്കൗട്ട് ചെയ്തോളണം. ഇനി ഇങ്ങൊന്നും എപ്പോഴും വിളിക്കാൻ പറ്റൂല.
4 നാഴികയാകുമ്പോൾ 24 കൊണ്ട് ഗുണിക്കുമ്പോൾ 96 മിനിറ്റ്. 20 വിനാഴിക 8 മിനിറ്റ്. 96 8 104. ഇവിടെ 104 ആവുമ്പോൾ, അതായത് 4 നാഴികയാകുമ്പോൾ 96 മിനിറ്റ്, 20 വിനാഴികയാകുമ്പോൾ 8, 96 8 104 ആകുമ്പോൾ 1:44. 44. 1 മണിക്കൂർ 44. 6:45 1:44 കൂടി കൂട്ടി നോക്കണം. 6:45 1:44. 8:29. സാർ 8:29. 8:29 വരെ കുംഭം രാശി. 8:29 വരെ കുംഭം രാശി. 8:29 ശേഷം ഒരു സമയം എടുത്തോണ്ടാ മതി. 8:29 ശേഷം 9:29, 10, 8:29 അല്ലെങ്കിൽ 8:30. 8:30 ശേഷം 10 മണി വരെ എടുക്കാം. 8:30 10:30 എടുക്കാം. ഒരു കാര്യമുണ്ട്, ഇത് കുംഭമാസം 1-ാം തീയതിയല്ലേ? കുംഭമാസം 1-ാം തീയതിയല്ലേ? അതെ അതെ അതെ. അതെ സാർ, അതെ. നമ്മളെ പഴയ ചരിത്രവും കൂടി ഒന്ന് നോക്കണം. ബുധന് മൗട്ടി ഉണ്ടോ എന്ന് നോക്കണം. ബുധന് 12-നാണ്. 12-നാണ്. അത് മൗട്ടി അവസാനം. മകരം 7 മുതൽ കുംഭം 12 വരെ മൗട്യമാണ്. മകരം 7 മുതൽ കുംഭം 12 വരെ മൗട്യം. മൗട്യമുണ്ട് സാർ. മൗട്യമുണ്ട്. മൗട്യമാണ്. അപ്പോൾ കുംഭം 12-ന് ശേഷമേ എടുക്കാൻ പറ്റുള്ളൂ. 12-ന് ശേഷം പറ്റും. കണ്ടോ പോയ പോക്ക് കണ്ടോ? നമ്മൾ മുഹൂർത്തം എടുക്കാൻ പഠിച്ചല്ലോ, എടുക്കാൻ മനസ്സിലായല്ലോ. മനസ്സിലായി. പക്ഷെ മൗട്യം വന്നു, ബുധന് മൗട്യം വന്നു. അപ്പോൾ ഇപ്പൊ ജോലി ഉണ്ടോ എന്ന് നോക്കിക്കൊള്ളണം. സാർ നമ്മളെ ഫസ്റ്റ് ഉദയ ലഗ്നം എടുക്കാറില്ല സാർ. ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുന്നതാണോ എടുക്കാത്തത് സാറേ? ഉദയ ലഗ്നം നമ്മൾ എടുക്കാറില്ല. അപ്പൊ അതെന്താ? സൂര്യൻ നിൽക്കുന്നതുകൊണ്ടാണോ? സൂര്യൻ നിൽക്കുന്നത് കൊണ്ടാണ്. ഉദയ ലഗ്നം എടുത്തു കഴിഞ്ഞാൽ സൂര്യൻ നിൽക്കുകയും 2-ല് ശാഖവും വ്യാഴവും കൂടി 2-ല് ഗ്രഹങ്ങളുണ്ട്, 5-ല് ഗ്രഹമുണ്ട്. സൂര്യനും ബുധനും കൂടി അവിടെ ശനിയും ഉള്ളത് മാത്രമല്ല, 2-ലും 5-ല് ചൊവ്വ, 2-ല് രാഹു, 5-ല് ചൊവ്വ. 2ഉം 5ഉം ശുദ്ധമാവില്ല. സാർ അല്ലെങ്കിലും ഉദയലഗ്നം എടുക്കാൻ പറ്റില്ലല്ലോ. ഉദയലഗ്നം പോകുന്നതായല്ലോ. ഉദയലഗ്നം ഉദയരാശി എടുക്കാറില്ല ഒന്നിനും. 12, 13 ചൊവ്വാഴ്ച, 14 ത്രയോദശിയാണ്. ചന്ദ്രന് ഒട്ടും ബലമില്ല. 14 എടുക്കാം. 14 തിരുവാതിര എടുക്കാൻ പാടില്ല. തിരുവാതിര എടുക്കാമല്ല. മൂലം, പൂരം, ഉത്രാടം, തിരുവോണം എടുക്കാമല്ല. 14 എടുക്കാൻ പറ്റുമോ നോക്കണം. 14 കുംഭം 14. തിരുവോണമാകുമ്പോൾ 3, 5, 7 നക്ഷത്രമൊന്നും വരില്ല. ത്രയോദശിയാണ്. ബുധന് മൗട്യമില്ല. കുംഭം 14. ഫെബ്രുവരി 26 തിരുവോണം നക്ഷത്രം. സാർ ചന്ദ്രന് ബലമില്ല സാർ. ചന്ദ്രന് ബലമില്ല. ചന്ദ്രന് ബലമില്ല. ഒരു കുഴപ്പമുണ്ട്. മുഹൂർത്തം ഒന്ന് എടുത്ത് നോക്കണം. മുഹൂർത്തം എടുക്കാനൊന്ന് പഠിക്കാം. അതേ വഴിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഭരണി, കാർത്തിക, രോഹിണി.
മകയിരം അഷ്ടമി. ഇങ്ങനെ നോക്കി എടുക്കാൻ പറ്റുമല്ലോ. നോക്കി കാര്യം മനസ്സിലായല്ലോ. കാര്യം മനസ്സിലായില്ലേ? അതെ അതെ അതെ. ഇനി ഗ്രഹപ്രവേശത്തിന് നോക്കാം. ഗ്രഹ ആരംഭത്തിന് ചിങ്ങമാസത്തിൽ നോക്കണം. ചിങ്ങമാസത്തില് ഒരു നക്ഷത്രം പറയണം. ഗ്രഹനാഥന്റെ നക്ഷത്രം എന്ന് പറയണം. തിരുവാതിര. തിരുവാതിര. തിരുവാതിര ചിങ്ങമാസം. നോക്കണം. ചിങ്ങം 1 പറ്റുമോ? ചിങ്ങം 1 ശനിയാഴ്ച. ഇല്ല സർ, ശനിയാഴ്ചയാണ്. ചിങ്ങം 6 പറ്റും സാർ. ചിങ്ങം 6. ചിങ്ങം 6. ചിങ്ങം 7. 6 7 ഉത്രട്ടാതി. ചിങ്ങം 6 ഉത്രട്ടാതി. ഉത്രട്ടാതി കക്ഷിയുടെ നക്ഷത്രം, കുഴപ്പമില്ല. ചിങ്ങം 6 ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതിയനല്ലോ. ത്രയോദശി. ഉത്രട്ടാതിയല്ലേ? തൃതീയ. 3-7 നക്ഷത്രം വരില്ല. അഷ്ടമരാശി. ഉത്രട്ടാതി ആകുമ്പോഴും മീനം രാശി. അദ്ദേഹം മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിക്കാരന് മീനം രാശി കുഴപ്പമില്ല, എടുക്കാം. തൃതീയാണ് തിഥി, കുഴപ്പമില്ല, എഴുതിക്കൊള്ളണം. ചിങ്ങം 6. ചിങ്ങം 6 വ്യാഴാഴ്ച. ഉത്രട്ടാതി. കൃഷ്ണപക്ഷ തൃതീയ. കൃഷ്ണപക്ഷ തൃതീയ. ഇനി അടുത്ത് പറയണം. ചിങ്ങം 6 ഉദയം. 4-ാം ഭാവം ശുദ്ധിയാകണം. ഏത് രാശി എടുക്കാം? രാശി തീരുമാനിച്ചിട്ടാണ് ചിന്തിക്കേണ്ടത്. ചിങ്ങം രാശി വേണ്ട. അടുത്ത ഏത് രാശിയുണ്ട്? ചിങ്ങം ഉദയരാശി. ചിങ്ങം രാശി വേണ്ട. അടുത്ത ഏത് രാശിയുണ്ട്? തുലാം രാശി എടുക്കാം. തുലാം രാശി. തുലാം രാശി എടുത്താൽ അഷ്ടമത്തിൽ ചൊവ്വ വരും. അഷ്ടമത്തിൽ ചൊവ്വ പോകും. കന്നി എടുക്കാം സാർ. കന്നി എടുക്കാം. 7-ല് രാഹു വരികയാണ്. അതിനെയൊന്നും ഇവരാരും നോക്കാറില്ല. 7-ല് പാപഗ്രഹം വന്നുകൂടാ എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഇവിടെ മുഹൂർത്തം നമ്മൾ എടുത്തിക്കുന്നതനുസരിച്ച് കന്നി രാശിയിലാണ് പഞ്ചാംഗത്തിൽ മുഹൂർത്തം എടുത്തേക്കുന്നത്. പഞ്ചാംഗത്തിൽ കൊടുത്തേക്കുന്ന മുഹൂർത്തങ്ങളെല്ലാം കന്നി രാശിയിലാണ് എടുക്കുന്നത്. കന്നിരാശി ഇടുമ്പോൾ 7-ല് പാപം വരികയാണ്. രാഹുവിനെ കുഴപ്പമില്ല. രാഹു അഷ്ടമത്തിൽ വരാൻ പാടില്ല എന്നുള്ളതാണ്
അടുപ്പം. കന്നിരാശി ആവുമ്പോൾ ചിങ്ങം 6 ഉദയം എത്ര മണി നോക്കണം? ആറ് 18 സാർ. ചിങ്ങം 6 ഉദയം 6:18. 6:18 എഴുതിക്കൊള്ളണം. ചിങ്ങം 6 ഉദയം 6:18. ഉദയാൽപരം 4:08. ഉദയാൽപരം 4 നാഴിക 8 വിനാഴിക. സമം 96 3 99 മിനിറ്റ്. സമം 99 മിനിറ്റ്. സമം 99 മിനിറ്റ്. സമം 1 മണിക്കൂർ 33 മിനിറ്റ്. 1 മണിക്കൂർ 33 മിനിറ്റ്. ഒരു മണിക്കൂർ 33 മിനിറ്റ്. 6:18 കൂടി വന്ന് 33 കൂട്ടണം. 6:18 പ്ലസ് 1 33 7:51. ശരി തന്നെ. 7:51 സാർ. 7:51. 7:51 വരെ ചിങ്ങം രാശി. കന്നിരാശി 2 മണിക്കൂർ. 9:51 വരെ കന്നി. 7:51 മുതൽ 9:51 വരെ കന്നി. വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ആകുമ്പോൾ രാഹുകാലമൊന്നും വരൂല. കന്നിയില് 6-ാം തീയതി മാന്നി ഉദയം ഇവിടെ നിന്ന് നോക്കണം. വലത് സൈഡ് പേജ് 43 6-ാം തീയതി 4-8 3:32 37. തുലാം രാശിയിലല്ലേ മാന്നി ഉദയം? കണ്ടോ? 6-ാം തീയതി മാന്നി ഉദയം എന്ന് പറഞ്ഞാൽ വലത് സൈഡിന്റെ അടുത്ത പേജിൽ, തൊട്ടടുത്ത പേജില് 6-ാം തീയതി മാന്നി ഉദയം പകല് തുലാം രാശിയില്. ശരിയല്ലേ? അതെ. അപ്പോഴും കന്നിരാശിക്ക് കുഴപ്പമില്ല. തുലാം രാശിയിൽ മാന്നി ഉദയമാണ്. തുലാം വേണ്ട. തുലാം രാശി മാന്നി ഉദയ രാശിയാണ്. മാന്നി നിൽക്കുന്ന രാശിയാണ്. കന്നിയിൽ തന്നെ എടുക്കണം, വേറെ വഴിയില്ല. 4 ഗ്രഹങ്ങളൊന്നുമില്ല. 4 അവിടെ ചാ കൊടുത്തേക്കുന്നു. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നാലില് ചന്ദ്രനെ ഇട്ടേക്കുന്നു. അതിനെക്കുറിച്ച് അഭിപ്രായം പറയണോ ആരെങ്കിലും? സാർ അത് 1-ാം തീയതിയില് അത് 1-ാം തീയതിയിലാണല്ലോ. ചന്ദ്രൻ മീനത്തിലാവുമല്ലോ. 1-ാം തീയതി പൂരാടം നക്ഷത്രം. പൂരാടം നക്ഷത്രത്തിന് ചന്ദ്രൻ ധനുരാശിയിൽ 1-ാം തീയതി ഉള്ള ഗ്രഹനിലയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് അത് വരൂല. അത് കുഴപ്പമില്ല. 4-ാം ഭാവം ശുദ്ധിയാണ്. അഷ്ടമ ശുദ്ധിയുണ്ട്. പിന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി, ലഗ്നത്തിൽ വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. വ്യാഴം 9-ല്, ചൊവ്വ 9-ല് പോയി. ഒരു കുഴപ്പമില്ല. ഇവിടെ അങ്ങനെ ഒരു മുഹൂർത്തം കുറിച്ച് കൊടുക്കാം. ഇനി ഗ്രഹപ്രവേശത്തിന് ചിങ്ങമാസം കുഴപ്പമില്ല. ചിങ്ങമാസത്തിന് കുഴപ്പമില്ല. കന്നിരാശിക്ക് കുഴപ്പമില്ല. തുലാം രാശി ചരരാശിയില്ലേ? തുലാം രാശി എടുക്കാമോ? തുലാം രാശി പറഞ്ഞില്ല. തുലാം രാശി ചരരാശി എടുക്കാൻ പാടില്ലല്ലോ. ഹലോ, എടുക്കാൻ പാടില്ല സാർ. എടുക്കാൻ പാടില്ല.
ഇനി കന്നിരാശി എടുക്കാമോ നോക്കണം, ഒന്നുകൂടി നോക്കണം. കന്നിരാശി എടുക്കാമോ നോക്കണം. ഗ്രഹ ആരംഭത്തിന് കന്നിരാശി എടുക്കാമോ നോക്കണം. രാശി എടുക്കാൻ പാടില്ല. കന്നിരാശി കന്നി എടുക്കാലോ സാർ. മാസമാണ് എടുത്തുകൂടാത്തത്. കന്നിരാശി എടുക്കാൻ കുഴപ്പമില്ല. കന്നിരാശി എടുക്കാലോ സാർ. സ്ഥിരരാശികളും കന്നിരാശി എടുക്കാം, ഉഭയരാശികളും കന്നി മാസമാണ് കർക്കടകവും എടുത്തുകൂടാത്തത്. എടുക്കാമല്ലോ. കന്നി മാസം എടുത്തുകൂടാ, കന്നിരാശി എടുക്കാം. സംശയം വരരുത്. എടുക്കാം. കന്നി മാസത്തിലാണ് വാസ്തുപുരുഷൻ ഉറങ്ങുന്ന മാസം എന്ന് പറയുന്നത്. കന്നി രാശിയിലാണ് കുറിച്ചത്. മാസം ചിങ്ങമാസം. ഇനി ഒരു മുഹൂർത്തം കൂടി നോക്കണം. നക്ഷത്രം ഏതെങ്കിലും ഒരു നക്ഷത്രം പറയണം. ആയില്യം. ആയില്യം. ഏത്? ആയില്യം. ആയില്യം നക്ഷത്രക്കാരന് ഒരു മുഹൂർത്തം കൂടി ചിങ്ങമാസത്തിൽ നോക്കണം. വേറെ ഒരു മുഹൂർത്തം നോക്കണം. കുറച്ച് ദീർഘിപ്പിച്ച് നോക്കണം. ആ കറുത്ത വാവ് കഴിഞ്ഞതിന് ശേഷം നോക്കണം. ചിങ്ങം 20 കൊള്ളാമോ നോക്കണം. ചിങ്ങം 20. ചിങ്ങ 20 അത്ത നക്ഷത്രം സാർ. വ്യാഴാഴ്ച ആകുമ്പോൾ 5-ാം നാൾ വരും അല്ലേ? ഒരു കാര്യം ചെയ്യണം. മുഹൂർത്ത കർത്താവിന്റെ നക്ഷത്രത്തിന് മകം എന്നിട്ടുണ്ടോ? മകം എന്നിട്ടുണ്ടോ? ആയിരം വേണ്ട, മകം. എന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. 20 എടുക്കാൻ പറ്റിയ ദിവസമാണ്. 20, 21 കൂടെ മുഹൂർത്തം പറഞ്ഞിട്ടുണ്ട്. മകം, മകം പൂരം ഉത്തരം അത്തം 4-ാം നാളാണ്. മുഹൂർത്ത കർത്താവിന്റെ നക്ഷത്രം മകം, മകം പൂരം ഉത്തരം അത്തം 4-ാം നാളാണ്. ശരി തന്നെ? 4-ാം നാൾ കുഴപ്പമുണ്ടോ? 4-ാം നാൾ കുഴപ്പമുണ്ടോ? 4-ാം നാൾ കുഴപ്പമുണ്ടോ? ഇല്ല. കുഴപ്പമില്ല. അഷ്ടമരാശി കൂറിൽ വരൂല, ഒന്നുമില്ല. അന്ന് തിഥി വന്നിട്ട് ദ്വിതീയ തിഥിയാണ്, കുഴപ്പമില്ല. അത്തം നക്ഷത്രം ദ്വിതീയ തിഥി. വ്യാഴാഴ്ച. വ്യാഴാഴ്ച നല്ല വാരം. ചിങ്ങമാസം. സൂര്യൻ ചിങ്ങത്തില്. ഇതും അതുപോലെ കന്നിരാശിയിൽ എടുക്കാമോ? കന്നിരാശിയിൽ എടുക്കാമോ എന്ന് ചോദിച്ചു. സാർ, ഈ ഗ്രഹാരംഭത്തിനും ഗ്രഹപ്രവേശത്തിനും നമ്മൾ ഏതെങ്കിലും ഗ്രഹങ്ങളുടെ മൗഢ്യം നോക്കണം സാർ. ശുക്രന്റെ ഗുരുവിന്റെ മൗഢ്യം നോക്കേണ്ടതുണ്ടോ? അത് ഗുരു ശുക്രന്മാരുടെ മൗഢ്യം വിവാഹത്തിനാണ് പ്രധാനമായിട്ട് വരുന്നത്. ബാക്കിയുള്ളതിനൊന്നും നോക്കണ്ട. ബാക്കിയുള്ളത് നോക്കിയാൽ നടക്കൂല. നമ്മള് വീടിന്റെ കാര്യങ്ങൾ നോക്കുമ്പോഴും വ്യാഴത്തെയും ശുക്രനെയും വെച്ചാണല്ലോ സാർ നോക്കുന്നത്. വിദ്യാരംഭത്തിന് ബുധന്റെ മൗഢ്യം നോക്കണം. ഗ്രഹപ്രവേശത്തിനൊന്നും നോക്കിയാൽ നടക്കൂല. 20 വ്യാഴാഴ്ച, അത്തം നക്ഷത്രം, ദ്വിതീയ തിഥി. കന്നിരാശി 20-ാം തീയതി ഉദയം എത്ര മണി? ഉദയം എത്രയാണ്? 6:17. ഉദയം 6:17.
ഉദയാൽപരം 1:52. 1:52 ആകുമ്പോൾ 1:52. ഉദയാൽപരം 1:52. 1:52 ആകുമ്പോൾ 24 മിനിറ്റ്. 52 ആകുമ്പോൾ 21 മിനിറ്റ്. 24 + 21 45 മിനിറ്റ് വരും. ഉദയാൽപരം 1:52 = 45 മിനിറ്റ്. 45 മിനിറ്റ്. 6:17 45 ആകുമ്പോൾ 7:02. 7:02 വരെ ചിങ്ങം രാശി. 7:02 വരെ ചിങ്ങം രാശി. 7:02 ശേഷം 9:02 വരെ. 7:02 9:02 വരെ കന്നിരാശി. 7:02 മുതൽ 9:02 വരെ കന്നിരാശി. ആ രാശികൾ 20-ാം തീയതി മാന്നി ഉദയം ഇവിടെ നോക്കണം, തുലാത്തില്. 20-ാം തീയതിയും മാന്നി ഉദയം തുലാം രാശിയിലാണ്. നോക്കണം, മാന്നി ഉദയം എവിടെ നോക്കണം. 20-ാം തീയതി തുലാം രാശി. ഇവിടെ തുലാം രാശി വേണ്ട, കന്നിരാശിയെ പറ്റുള്ളൂ. ഈ ഗ്രഹാരംഭമൊക്കെ രാവിലെ പറ്റുള്ളൂ. ഒരു ഉച്ചയൊക്കെ ആയാൽ 10 മണി 11 മണി കഴിഞ്ഞൊക്കെ വളരെ പാടാണ്. ആരും പ്രിഫർ ചെയ്യൂല, രാവിലെ കൊടുക്കണം. സാറ് 9 8:45 കൊടുക്കണം അല്ലേ? എങ്ങനെ? ഒരു 8:45 കൊടുക്കണം. 8:45 9 മുമ്പൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല. രാവിലെയുള്ള മുഹൂർത്തം കൊടുക്കണതാണ് നല്ലത്. ഈ കുറ്റി വയ്ക്കാൻ വരുന്നവരൊക്കെ രാവിലെ കയറി വരും. സർ, 4-ാം ഭാവാധിപന്റെ മൗഢ്യം നോക്കണോ? ഹലോ സർ, 4-ാം ഭാവാധിപന്റെ മൗഢ്യം നോക്കേണ്ടതുണ്ടോ? അതൊന്നും നോക്കാറില്ല. അതിനെക്കുറിച്ചൊന്നും കൂടെ പറയുന്നില്ല. 4-ാം ഭാവാധിപന്റെ മൗഢ്യം ഒന്നും നോക്കുന്നില്ല. 4-ാം ഭാവാധിപന് മൗഢ്യം. 4-ാം ഭാവാധിപന് വ്യാഴമല്ലേ? വ്യാഴത്തിന് മൗഢ്യമൊന്നും വരൂലല്ലോ. വ്യാഴത്തിന് ആ വർഷമേ മൗഢ്യമില്ല. സൂര്യൻ കിടക്കണ ചിങ്ങത്തില്, സൂര്യൻ ചിങ്ങത്തില്, വ്യാഴം ഇവിടെ കിടക്കണത് ഇടവത്തല്ലിൽ കിടക്കണം. പിന്നെ എങ്ങനെ മൗഢ്യം വരും? 4-ാം ഭാവം ശുദ്ധമാവണമെന്നല്ലേ പറഞ്ഞുള്ളൂ. അല്ല, ഭാവാധിപന്റെ മൗഢ്യം നോക്കണം. ശുഭമായിരിക്കണം. 4-ാം ഭാവം ശുഭം തന്നെയാണോ? ആരുമില്ല, അവിടെ ആരുമില്ല. ദൃഷ്ടിയൊന്നും 4-ാം ഭാവത്തിലെ പാപന്റെ ദൃഷ്ടിയൊന്നും നോക്കണ്ട. അവിടെ സ്ഥിതി മാത്രം നോക്കിയാൽ മതി. ചൊവ്വയുടെ ദൃഷ്ടി കാണും, അതൊന്നും നോക്കണ്ട. ഇതിനിടയ്ക്ക് ഈ 7:02 ശേഷം ഒരു മുഹൂർത്തം നോക്കി കൊടുത്താൽ മതി. 8 മണിക്കകത്ത് വെച്ച് ഒരു മുഹൂർത്തം കൊടുക്കണം. മാന്യ ഉദയമില്ല, രാഹുകാലമില്ല, ഒന്നുമില്ല. ഈ വാസ്തു പുരുഷൻ ഉണർന്നിരിക്കുന്ന സമയം മേടം, കർക്കിടകം, തുലാം, മകരം. അവിടെ ഈ വാസ്തു പുരുഷന്റെ താമ്പൂല ചർവണം നടക്കുന്ന സമയത്ത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചാംഗത്തിനും പറഞ്ഞു. അത് സ്വീകരിക്കാൻ പഞ്ചാംഗത്തിൽ പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഒരു പേജിൽ ഉണ്ട്. അത് ശാലം ഇങ്ങനെ കൊടുത്തേക്കും. അത് എടുക്കണതിന് കുഴപ്പമില്ല എന്നൊരു അഭിപ്രായം ഉണ്ട്. അങ്ങനെ എടുക്കണമെങ്കിൽ എടുത്തോളാം. അതിന് പിന്നെ മുഹൂർത്തം ഒന്നും നോക്കില്ല, പഞ്ചാംഗത്തിൽ കൊടുത്തിട്ടുണ്ട്. അതെവിടെ ഏതോ ഒരു പേജിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതെടുക്കണമെങ്കിൽ അത് എടുത്തോളാം, കുഴപ്പമില്ല. പേജ് നമ്പർ 71 സാർ, 71. പേജ് നമ്പർ 71. അവസാന ഭാഗത്ത്. വാസ്തുപുരുഷൻ ഉണരുന്നതായ താഴെ പറയുന്ന തീയതികളിൽ വാസ്തുവിന് ഗ്രഹാരംഭത്തിന് നല്ല സമയം, മണി, മിനിറ്റുകൾ എന്ന് പറഞ്ഞിട്ട്
കൊടുത്തിട്ടുണ്ട്. 10-ന് രാവിലെ, 10-ന് 11-ന് എന്ന് പറഞ്ഞിട്ട് കുറെ കൊടുത്തിരിക്കുന്നു. ഇടവം രാവിലെ 10:30. ഗ്രഹണത്തിന് മുമ്പ് ദോഷങ്ങളൊന്നും നോക്കേണ്ടതില്ലെന്ന് ശാസ്ത്രപ്രവചനം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതെടുക്കുന്നതിന് അങ്ങനെ എടുക്കുകയാണെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. അങ്ങനെ ചില തന്ത്രിമാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ വേറെ ഒന്നും നോക്കണ്ട എന്ന് പറയുന്നുണ്ട്. നമ്മൾ വാസ്തു പഠിക്കുമ്പോൾ വാസ്തുവിനകത്ത് കാൽക്കുലേഷൻ പറയുന്നുണ്ട് സാർ. ഉണരുന്ന സമയം, അത് കഴിഞ്ഞിട്ട് ഇത്ര മിനിറ്റ് പല്ല് വൃത്തിയാക്കുന്ന സമയം, കുളിക്കുന്ന സമയം, അതിനകത്ത് താമ്പൂല ചർവണം കഴിക്കുന്ന സമയമുണ്ട്. സമയങ്ങൾ വേറെ നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ സമയങ്ങൾ എടുത്ത് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷെ അതിനെക്കുറിച്ച് അതിൽ മുഹൂർത്തമൊന്നും വരുന്നില്ല, അവർ കുറിച്ച് കൊടുത്തിട്ടുണ്ട്, ആ സമയത്തിന് എടുക്കുക, അത് ഇഷ്ടം പോലെ ചെയ്യുക. അതിന് വേറെ മുഹൂർത്തമൊന്നും പറയുന്നില്ല. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി, പിന്നെ നമ്മൾ വിദ്യാരംഭത്തിന് ദിവസം കുറിച്ചത് കണ്ടല്ലോ. നമ്മുടെ എന്തോന്ന് പൂജ എടുപ്പ്, ഒരുപാട് ദോഷമുണ്ട്. പൂജ ഹോളിഡേസിന് പൂജയ്ക്ക് വരുന്നത് വിജയദശമിക്ക് വരുമ്പോൾ വിജയദശമി അന്ന് തുലാം രാശിയിൽ കുറിച്ച് കൊടുക്കുന്നു. അത്ര തന്നെ, വേറെ ഒന്നും നോക്കുന്നില്ല. വിജയദശമി അന്ന് തുലാം രാശിയിൽ വിദ്യാരംഭത്തിന്, തുലാം രാശി തീരുന്നതിന് മുമ്പ് വിദ്യാരംഭം നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു മുഹൂർത്തവും വരുന്നില്ല. അങ്ങനെയൊക്കെ എടുത്തു കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അതിന് വേറെ നമുക്ക് അതിനെക്കുറിച്ച് ശാസ്ത്രവിധി വേണ്ട എന്ന് എഴുതിക്കുന്നതിനെ കുറിച്ച് നമുക്ക് അഭിപ്രായമില്ല. അത് നിവർത്തിയില്ല ഉണ്ടെങ്കിൽ ചെയ്യാം. ഇനി ഗ്രഹപ്രവേശത്തിന്, ഇതേ ദിവസം ഗ്രഹപ്രവേശത്തിന് കൊള്ളാമോ നോക്കണം. ഇപ്പം നോക്കിയ ദിവസം ഗ്രഹപ്രവേശത്തിന് 20-ഉം 21-ഉം, 21-ാം തീയതി കൊള്ളാമോ നോക്കണം. ആയില്യം നക്ഷത്രത്തിന് 21-ാം തീയതി കൊള്ളാമോ നോക്കണം. ആയില്യമല്ല, മകം 21-ാം തീയതി. 21-ാം തീയതി അത്തം നക്ഷത്രം എത്ര മണിക്ക് തീരും? 21-ാം തീയതിയും അത്തം തന്നെ. എത്ര മണിക്ക് തീരുന്ന അത്തം? 9:30 തീരും. 9:30 തീരും. 9:27 തീരും. ശരി തന്നെ? അതെ സാർ. 21 വെള്ളിയാഴ്ച, അത്തം നക്ഷത്രം 7:55 നാഴിക, 9:27 തീരും. ശരി തന്നെ? അതിനും ഇതേ മുഹൂർത്തം എടുത്താൽ മതിയല്ല, കന്നിരാശി എടുത്താൽ മതിയല്ല. കന്നിരാശി എടുത്താൽ മതിയല്ല. ചിങ്ങമാസം തന്നെ കന്നിരാശി ഇതേ മുഹൂർത്തം എടുത്തോളൂ, ഇതേ സമയം വരും. കാരണം 4 മിനിറ്റ് ഒരു ദിവസത്തിന് അടുത്ത ദിവസം വരുമ്പോൾ 4 മിനിറ്റിന്റെ വ്യത്യാസമേ വരുള്ളൂ. ഒരു ദിവസത്തിന് അടുത്ത ദിവസം വരുമ്പോൾ 4 മിനിറ്റ് മുന്നോട്ട് പോകും, അത്ര തന്നെ. അതറിയാമോ? 9:06 വരെ വരുന്ന സമയം. അതറിയാമോന്ന്? ഇല്ല സാർ, ഇല്ല. ഉദയാൽപരം നോക്കണം. 20-ഉം 21-നും തമ്മിലുള്ള 20-ാം തീയതിയുള്ള ഉദയാൽപരം എത്ര? 20-ാം തീയതിയുള്ള ഉദയാൽപരം എത്ര? 1:52. 1:52. 21-ാം തീയതി എത്ര? 1:42. എത്ര വിനാഴികയുടെ വ്യത്യാസം? 10-ന്റെ വ്യത്യാസം. 10 വിനാഴികയുടെ വ്യത്യാസം. 10 വിനാഴികയുടെ എല്ലാവരും കണ്ടോ? 21-ാം തീയതി 20-ാം തീയതിയുള്ള ഉദയാൽപരം 1:52 കണ്ടോ എല്ലാവരും? എല്ലാവരും കണ്ടോന്ന്? കണ്ടു സാർ, കണ്ടു. 21-ാം തീയതി 1:42. നമ്മളുടെ വ്യത്യാസം എത്ര? 10 വിനാഴിക. 10 വിനാഴികയാകുമ്പോ എത്ര മിനിറ്റ്? 4 മിനിറ്റ് കുറയും, അത്ര തന്നെ. അത് തന്നെ പറഞ്ഞു. ഒരു ദിവസത്തിന് അടുത്ത ദിവസം ശരാശരി 4 മിനിറ്റ് കുറയും. ശരാശരി 4 മിനിറ്റ് കുറയും. അപ്പോൾ 4 മിനിറ്റ് കൂടി മുന്നോട്ട് വരും, അത്ര തന്നെ. 7:52 വരെ രാശി എന്ന് പറഞ്ഞാൽ 6:17
ഉദയം 6:17. ഇവിടെ നമ്മൾ ആദ്യം എത്ര എടുത്തു? 1:42 ആകുമ്പോൾ 24-17 24-17 41 8 6:58 വരെ വരും. 6:58 വരെ ചിങ്ങം രാശി എഴുതിക്കൊള്ളണം. 21-ാം തീയതി 6:58 വരെ ചിങ്ങം രാശി. 21-ാം തീയതി 6:58 വരെ ചിങ്ങം രാശി. അതിനുശേഷം കന്നിരാശിയിൽ കുറിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം കന്നിരാശിയിൽ കുറിക്കണം. ചിങ്ങമാസത്തിൽ വേറെ ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കിയെടുക്കുമോ? ചതയം നക്ഷത്രക്കാരന് ഒരു മുഹൂർത്തം എടുത്തുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ എടുത്തുകൊണ്ട് വേണം. ചതയം നക്ഷത്രക്കാരന് എഴുതിക്കൊള്ളണം. ചതയം നക്ഷത്രക്കാരന് ചിങ്ങമാസത്തിലെ ഗ്രഹപ്രവേശത്തിന് ഒരു മുഹൂർത്തം എടുക്കണം. ചതയം വേണ്ട, രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാരന് ചിങ്ങമാസത്തിലെ ഗ്രഹപ്രവേശത്തിനൊരു മുഹൂർത്തം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുഹൂർത്തം എടുക്കാം. ഒരു മിനിറ്റ് നിൽക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മുഹൂർത്തം എടുക്കണം. ഇഷ്ടമുള്ള ഒരു ഈ സെപ്റ്റംബർ 5, 6 വേണ്ട, വേറെ ഒരു മുഹൂർത്തം എടുക്കണം. 20, 21 അതാ ചിങ്ങം 20, 21 വേണ്ട, വേറെ ഒരു മുഹൂർത്തം എടുത്താൽ മതി. അപ്പോൾ ഇന്നത്തേക്ക് മതി. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. നമസ്കാരം സാർ. മൊബൈൽ